എല്ലാവർക്കും ലിറ്റ്മസ് ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ ചന്ദ്രശേഖർ രമേശാണ്. അദ്ദേഹം ഒരു അധ്യാപകനാണ്, ശാസ്ത്ര പ്രചാരകനാണ്, ഒരു അമച്ചർ ആസ്ട്രോണമറാണ് അല്ലേ? അതെ. നമ്മുടെ എസൻസിന്റെ ഒരു മുഖ്യ പ്രഭാഷകനാണ്. അതുപോലെ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു സയൻസ് പ്രചരിപ്പിക്കാൻ വേണ്ടി ചാനൽ തന്നെയുണ്ട്, ലൂസി മലയാളം. ഈ ശാസ്ത്ര അവബോധ പ്രചരണ രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരു പ്രചോദനം എങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ? ഈ സയൻസിനകത്ത് പണ്ട് മുതലേ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് പറയണം അല്ലെങ്കിൽ പ്രചരിപ്പിക്കണം എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ വരാൻ ആക്ച്വലി ഒരു സംഭവം ഉണ്ടെന്നുള്ളതാണ് സത്യം. കാര്യം ഒരു 2014-15 കാലഘട്ടത്തിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്തും അതുപോലെ തന്നെ ഒരു സഹോദര തുല്യനൊക്കെ ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഞാനും കൂടെ ഒരുമിച്ച് ഒരുപാട് എൻ്റെ ഒരു ഡിസ്റ്റന്റ് ഫാമിലി മെമ്പറാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അതിനപ്പുറത്തേക്ക് ഒരു സൗഹൃദം ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതുപോലെ കാലിലൊരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ വന്നതിന് ശേഷം പല ആളുകളെ കാണാൻ പോയി. അതായത് പല വൈദ്യന്മാരെ കാണാൻ പോയി, മൂത്ര ചികിത്സയ്ക്ക് പോയി, ഇങ്ങനെയുള്ള പല രോഗ ചികിത്സയ്ക്ക് പോയിട്ട് ഏറ്റവും അവസാനം കിഡ്നിയൊക്കെ മോശമായി ഒരുപാട് പ്രശ്നങ്ങളായതിനു ശേഷം ആണ് മോഡേൺ മെഡിസിൻ എന്ന് നമ്മൾ പറയുന്ന ആധുനിക വൈദ്യത്തിനകത്തേക്ക് വന്നത്. പക്ഷെ അത് ഒരുപാട് ലേറ്റായി പോയി കരുത്. പുള്ളിക്ക് ഒന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാനൊക്കെ ഉള്ള സമയം പോലും കിട്ടാത്ത രീതിയിലായി. അവസാനം അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, വളരെ ദീർഘകാലം ആയിട്ട് വളരെ ക്ലോസ് അസോസിയേഷൻ ഉണ്ടായിരുന്ന സുഹൃത്ത് നഷ്ടപ്പെട്ടതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായ ഒരു കാര്യമാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആളുകൾക്ക് ഈ ആരോഗ്യ സാക്ഷരത ഉണ്ടാവേണ്ടത്. ഇപ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ സാധാരണ വേറെ പലതും കേൾക്കുമെങ്കിലും ആരോഗ്യ സാക്ഷരതയുടെ കാര്യത്തിൽ എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ അത് എപ്പോഴും നമുക്ക് നൽകേണ്ടി വരിക ജീവനായിരിക്കും. ഒന്നീ നമ്മുടെ, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കുടുംബത്തിലുള്ള ആരുടെയെങ്കിലും അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ. അങ്ങനെ വന്നപ്പോൾ ഇത് പറഞ്ഞു തുടങ്ങണം എന്നെനിക്ക് തോന്നി. കാര്യം എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇതര വൈദ്യം എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ കുഞ്ഞിലെ മുതലേ കേട്ടിട്ടില്ല. ഞാൻ കഴിച്ചിട്ടേ ഇല്ല, എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടേ ഇല്ല. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു ഡോക്ടറായിരുന്നു. അപ്പോൾ വീട്ടിൽ വേറെ ഇതര വൈദ്യം എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഗുണം എന്നുള്ളത് മനസ്സിലാക്കി വന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഇപ്പം ശരീരശാസ്ത്രം പഠിക്കുന്നു, ഇപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ സ്കെലിറ്റൽ സിസ്റ്റം അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് ഇതുമായിട്ട് സിങ്ക് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് കേൾക്കുന്നത്. പക്ഷേ കുറച്ചുകൂടി മുതിർന്നപ്പോൾ ഇത് പലരും ഇത് ഹോമിയോ ആയുർവേദം എന്നൊക്കെ പറയുന്ന സമയമായപ്പോഴത്തേക്കും നമ്മൾ നാച്ചുറലി ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി വായിച്ചു തുടങ്ങും. അപ്പോൾ സിമിലിബസ് കുറാൻഡർ എന്ന് പറഞ്ഞ ഹോമിയോപ്പതിയുടെ തത്വം, അല്ലെങ്കിൽ ഡൈല്യൂഷൻ കൂടുമ്പോൾ പൊട്ടൻസി കൂടുന്നു പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ നമ്മൾ അതുവരെ കേൾക്കാത്ത അത്രയും അല്ലെങ്കിൽ ഒരു വിരോധാഭാസമായിട്ട് തോന്നി തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം എന്നാലും ആയുർവേദത്തിനകത്ത് എന്തെങ്കിലും കാണുന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് പലതും വളരെ അബദ്ധം എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാര്യം ഇപ്പോൾ എനിക്ക് പണ്ട് മുതലേ ഈ നാച്ചുറൽ ഹിസ്റ്ററി ആയിട്ടൊക്കെ ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു. നമ്മൾ പല സർവയ്ക്കും കാര്യങ്ങൾക്കും ഒക്കെ കാട്ടിലൊക്കെ പോകും, ചെടികളെ പറ്റി കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അറിയാം ചെടികളിലുള്ള ആൽക്കലോയിഡ്സ് ഒക്കെ എന്താണ് ആക്ച്വലി ചെയ്യുന്നത്, എങ്ങനെയാണ് അത് കൃമികീടങ്ങളെ വാർഡ് ഓഫ് ചെയ്യുന്നത് അല്ലെങ്കിൽ തുരത്തുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഈ ഇലയുടെയും മുള്ളിൻ്റെയും ചെടിയും മൊത്തമായിട്ട് ഉപയോഗിക്കുന്നതിലൊക്കെ ഉള്ള പ്രശ്നം വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കി. മാത്രമല്ല അതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും നേരത്തെ നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്നല്ലോ, ഈ അനാട്ടമിയും ഫിസിയോളജിയും ഒക്കെ, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള അനാട്ടമിയും ഫിസിയോളജിയും ഒക്കെ നമ്മൾ പഠിച്ച സിസ്റ്റമായിട്ട് ഒരുമിച്ച് പോകുന്നില്ല. അപ്പോൾ എന്തോ ഒരു പ്രശ്നം ഇല്ലേ എന്നുള്ളൊരു തോന്നൽ വന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് പ്രശ്നമാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ആരോഗ്യ സാക്ഷരത എല്ലാ മനുഷ്യനും വേണ്ടതാണ്, ഒരു സാധാരണക്കാരന് വേണ്ട ഒരു കാര്യമാണ്. ഒരു വൈദ്യൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണെന്ന് മനസ്സിലാക്കണം എന്നുള്ളത്. അപ്പോൾ ഈ പൊതുജനത്തിലേക്ക് ഒരു ആരോഗ്യ സാക്ഷരത എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആദ്യത്തെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ബാക്കി അന്ധവിശ്വാസങ്ങൾക്കൊക്കെ കുറച്ച് വെയിറ്റ് ചെയ്യാം വേണമെങ്കിൽ. പക്ഷെ ഇത് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഈ വിശ്വാസം എന്ന് പറഞ്ഞ പ്രശ്നം അടിസ്ഥാനപരമായിട്ട് ഒരൊറ്റ സാധനമാണ്. ഇത് ഷർട്ടിന്റെ സൈസ് പോലെ സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ അങ്ങനെയൊന്നും ഇല്ല. വിശ്വാസം എന്ന് പറഞ്ഞ ഒരു ബേസിക് പ്രോബ്ലമാണ് ഇതിനെല്ലാം ഉള്ള ഒരു കാരണം എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാകുന്നു. കാര്യം അവർക്ക് ഹോമിയോപ്പതി ഒരു അശാസ്ത്രീയ ചികിത്സയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനും വേറെയും അതുപോലെയുള്ള പല മാജിക്കൽ ബിലീഫ്സ് ഉണ്ട്. ഒരു പക്ഷേ ചരട് കിട്ടിയാൽ അസുഖം മാറുന്നു, അല്ലെങ്കിൽ ഒരു കൃപാസനത്തിന്റെ പത്രം വെച്ച് കഴിഞ്ഞാൽ അസുഖം മാറുന്നു ഒക്കെ ഉള്ളൊരു തോന്നൽ ആളുകൾക്കുള്ളപ്പോൾ പിന്നെ ഹോമിയോപ്പതി എങ്ങനെ പറഞ്ഞു മാറ്റും? അവിടെയാണ് നമ്മൾ വിശ്വാസങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ സ്ലോലി ഇത് നമ്മളൊരു ഈ ഒരു ലൈനിൽ സംസാരിച്ച് തുടങ്ങുന്നത് ഒരു നാച്ചുറൽ പ്രോഗ്രഷൻ ആയിരുന്നു എന്നുള്ളതാണ് അതിനകത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പൊ ഞാൻ തുടങ്ങിയത് തന്നെ പല മിത്തുകളെ എടുത്ത് ബസ്റ്റ് ചെയ്തുകൊണ്ടാണ്. കാര്യം സോഷ്യൽ മീഡിയ വന്നപ്പോൾ വളരെ പോപ്പുലർ ആയിട്ട് ഇതെല്ലാം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ നമുക്കിത് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞപ്പോഴും ഞാൻ ഇത്ര നാളും ഞാൻ കരുതിയിരുന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 8ാം ക്ലാസ് 10ാം ക്ലാസ് വരെയുള്ള സയൻസ് നമ്മൾ വെറുതെ പഠിക്കുന്നേ ഉള്ളൂ, ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നില്ല. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ് വരെയെങ്കിലും പഠിച്ച സയൻസ് ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കാൻ നോക്കിയാൽ ആൾക്കാർ അശാസ്ത്രീയമായ ചികിത്സയ്ക്കും മറ്റും പുറകെ പോകില്ല എന്നായിരുന്നു എൻ്റെ ധാരണ. പക്ഷേ അതിലുപരി
ഈ അവരുടെ ഒരു മനോഭാവം ഈ കറക്റ്റ് അതാണ് സത്യത്തിൽ മാറേണ്ടത്. 10ാം ക്ലാസ് വരെയുള്ള ശാസ്ത്രം മതി നമുക്ക് ഈ മതി, കാണുന്ന അത്ഭുതങ്ങളെല്ലാം ഡീബങ്ക് ചെയ്യാൻ. ഒരു കാര്യം അത്ഭുതം എന്ന് പറയുന്നത് എപ്പോഴാണ്? നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ലാത്തപ്പോഴാണ് അല്ലെ. അപ്പോൾ ഫാൻ കറങ്ങുന്നത് അത്ഭുതമായി തോന്നണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇലക്ട്രിസിറ്റിയെ പറ്റിയും അല്ലെങ്കിൽ ഫാനിന്റെ എന്താ പറയുക ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ പറ്റിയും ഒക്കെ ഉള്ള വിവരം എനിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഫാൻ കറങ്ങുന്ന ഒരു അത്ഭുതമാണ്. കാറ്റില്ല, വേറെ ഒന്നുമില്ല, അതിൽ നിന്ന് ഇങ്ങോട്ട് കാറ്റ് വരുന്നു, തന്നെ കറങ്ങുന്നു, ഒരു അത്ഭുതമാണ്. പക്ഷേ നമ്മൾ ഫാരഡയെ കുറിച്ച് പഠിക്കുകയും എങ്ങനെയാണ് കമ്പിച്ചുരുളിനകത്തോട്ട് കറണ്ട് പോയി കഴിഞ്ഞാൽ അത് മാഗ്നറ്റൈസ് ചെയ്യുന്നതെന്നും അത് കറങ്ങി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ലീഫ് കറങ്ങുന്നത് വഴി നമുക്ക് കാറ്റുണ്ടാകുന്നതെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനകത്തൊരു അത്ഭുതമില്ല. അതാണ് ഈ ഫാനിന്റെ കാര്യം പോട്ടെ, പണ്ട് ഈ സൂര്യനെയും ചന്ദ്രനെയും കണ്ട് അത്ഭുതപ്പെട്ട് നിന്ന ആൾക്കാരും ഉണ്ടാക്കിയ പുസ്തകങ്ങൾ ഇപ്പോഴും തലയിൽ കയറി നടക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ആ മാറ്റം ഉണ്ടാകാത്തത്. അതെ അതെ, ഈ രംഗത്തേക്ക് മാറി. ഇപ്പം സിയാറിന്റെ വീഡിയോകളൊക്കെ ഞാൻ പണ്ടുപോലെ കാണാറുണ്ട്. അല്ലെ ഈ ലൂസി മലയാളത്തിൽ തന്നെ സിയാർ ആദ്യം ചെയ്തൊരു വീഡിയോ, നമ്മളിപ്പോ ഏതൊരു നല്ല കാര്യം തുടങ്ങിയാലും ആദ്യം ദൈവത്തിന് അർപ്പിച്ചിട്ടാണല്ലോ തുടങ്ങുന്നത്. തേങ്ങ അടിച്ച് തുടങ്ങുന്നത് ദൈവത്തിനിട്ട് തേങ്ങ അടിക്കുകയോ അല്ലെങ്കിൽ തീയത്തിക്കുകയോ ഒക്കെ ചെയ്യുമല്ലോ. അതുപോലെ സിയാറിന്റെ ലൂസി മലയാളത്തിലെ ഫസ്റ്റ് വീഡിയോ തന്നെ ദൈവത്തിനിട്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിഗൂഢതകൾ എന്ന് പറഞ്ഞ വീഡിയോ, അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പലപ്പോഴും ഈ വാർത്തകളിലൊക്കെ വർഷത്തിൽ 2 വട്ടം വാർത്തയാവുന്നതാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ആൾക്കാർ നിരന്ന് ക്യാമറയും പിടിച്ചുകൊണ്ട് രാവിലെ വൈകിട്ട് വരെ എന്തോ വലിയ അത്ഭുതം ഇങ്ങനെ കാണുകയാണ്. ആ ദ്വാരങ്ങളിലൂടെ ഇങ്ങനെ ആ സൂര്യൻ താഴേക്ക് വരുന്നത്. ഈ പറഞ്ഞ മഹാത്ഭുതങ്ങൾ ഈ ഫാനിന്റെ പിന്നിലുള്ള അത്ഭുതം അറിയാത്ത പോലെ ഒരു കുട്ടിയുടെ കൗതുകമായിരിക്കാം ഈ ഇരിക്കുന്ന ഈ ജനക്കൂട്ടത്തിനും ഒരുപക്ഷെ അതിലെന്തെങ്കിലും അത്ഭുതമാണ്. പറയാൻ വന്നൊരു കാര്യം, നമ്മളിപ്പോ ഏതൊരു പ്രവർത്തനം തുടങ്ങുമ്പോഴും ആദ്യം വീട്ടിൽ നിന്ന് തുടങ്ങണം എന്ന് പറയുമല്ലോ. ഇപ്പൊ വീട്ടിൽ നിന്ന് തുടങ്ങുക എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പം പറയാൻ പറ്റുന്നത് ഫാമിലി ഗ്രൂപ്പിൽ, വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് കറങ്ങി തിരിഞ്ഞ് സർക്കുലേറ്റ് ചെയ്ത് വന്ന ഒരു കാര്യമാണ് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ. അതായത് അത് കരിങ്കൽ ഇങ്ങനെ ഒരു ഇതുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ആദ്യ വഴി സൂര്യൻ ഇറങ്ങി പോകുന്നത് ഭയങ്കര വലിയ അത്ഭുതമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ. അതേ ആള് തന്നെയാണ്. പുള്ളി ഒരു ശാസ്ത്രജ്ഞനും കൂടിയാണ്. ശാസ്ത്രജ്ഞനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് എന്റെ പുള്ളിയുടെ ഒരുപാട് ഡീറ്റെയിൽസ് എനിക്കറിയില്ല. അദ്ദേഹം ഇല്ലെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ ഭയങ്കര സർക്കുലേഷൻ ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറിവ് എപ്പോഴും നമ്മൾ മുന്നോട്ട് പുതിയ അറിവുകൾ എടുത്തെടുത്താണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ആളുകൾക്ക് കിഴക്ക്, ഇപ്പൊ ഏതൊരു നമ്മൾ തന്നെ വീടുണ്ടാക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെറ്റ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞ പരിപാടിയാണ്. കുറ്റി അടിച്ച് പ്ലാൻ അനുസരിച്ച് കെട്ടുക. അപ്പോൾ നമുക്ക് ദിക്കറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. കിഴക്കും പടിഞ്ഞാറും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ആരാധനാലയം ഉണ്ടാക്കുമ്പോൾ വിശ്വാസങ്ങൾ പ്രകാരം തന്നെ ഇപ്പൊ സൂര്യനെ കാണുക അതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണല്ലോ. അപ്പൊ കിഴക്ക് പടിഞ്ഞാറായിട്ടൊരു ബിൽഡിംഗ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അപ്പൊ അതിനെ ഉപയോഗിക്കാനായിട്ട് അന്ന് അവർക്കുണ്ടായിരുന്ന ടൂൾസ് ഇതേ ഉള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. അതായത് കിഴക്ക് പടിഞ്ഞാറായിട്ടൊരു സംഗതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒന്നുകിൽ ഭൂമിയുടെ ഒബ്സർവ് ചെയ്യുക, അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ ഒബ്സർവ് ചെയ്യുക, അല്ലെങ്കിൽ സൂര്യനെ ഒബ്സർവ് ചെയ്യുക എന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവർ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, നമുക്ക് വിശ്വം എന്ന് പറഞ്ഞ കാര്യം പല ആളുകൾക്കും ഫെസ്റ്റിവലാണ്. ഇപ്പോൾ ബിഹു ആയിരുന്നാലും എല്ലാം ഈ സൂര്യൻ സെലസ്റ്റിയൽ ഇക്വേറ്റർ ക്രോസ് ചെയ്യുന്ന ആ ഒരു സമയത്ത്, സെലസ്റ്റിയൽ ഇക്വേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖഗോളം എന്നാണ് പറയുന്നത്, ആകാശം ആ കുട പോലെ ഇരിക്കുന്നതിനകത്ത്, അതിനകത്ത് ആ ഇക്വേറ്ററിൽ നിന്ന് നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്ന് സദേൺ ഹെമിസ്ഫിയറിലോട്ടോ തിരിച്ചു പോകുമ്പോൾ ഉള്ള ആ സെലസ്റ്റിയൽ ഇക്വേറ്റർ കട്ട് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ദിവസമാണ് നമ്മൾ ഇക്വിനോക്സ് എന്ന് പറയുന്നത്. വർഷത്തിൽ 2 തവണ, മാർച്ച് 21 സെപ്റ്റംബർ 22 വേർണൽ ഇക്വിനോക്സ്, ഓട്ടംനൽ ഇക്വിനോക്സ് എന്ന് പറഞ്ഞ 2 ഇക്വിനോക്സ്. അപ്പൊ ഈ ദിവസങ്ങളിലാണെങ്കിൽ നമുക്ക് ആക്ച്വലി കിഴക്ക് പടിഞ്ഞാറ് കണ്ടുപിടിക്കാൻ ഈസിയാണ്. കാര്യം ഉദിക്കുന്നതും അസ്തമിക്കുന്നതും കൃത്യം കിഴക്കും പടിഞ്ഞാറും ആയിട്ട് നമുക്ക് പറയാം. കാര്യം ഭൂമിയുടെ കറക്കം അനുസരിച്ചിട്ടാണ് നമ്മൾ കിഴക്കും പടിഞ്ഞാറും തീരുമാനിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ കൃത്യം ഈ ദിവസം അറിയാം. പക്ഷെ ഇവിടെ ഒരു ടേക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തിരുവനന്തപുരം സ്ഥിതി ചെയ്യുന്നത് ഒരു 8 ഡിഗ്രി ഇക്വേറ്ററിൽ നിന്ന് മാറിയിട്ടാണ്, 8 ചില്ലറ. അപ്പൊ അതും കൂടെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യണം. ഇത്രയും പൊക്കമുള്ള ഗോപുരത്തിൽ കൂടെ വരുമ്പോൾ അത് എങ്ങനെ പോകണം എന്നുള്ളത് ഈ ദിവസം അലൈൻ ചെയ്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. അപ്പോൾ ഇതാണ്, അല്ലാതെ അതിനകത്ത് അത്ഭുതമൊന്നുമില്ല. അന്നത്തെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളുടെ ആർക്കിടെക്ചറിന്റെ ഒക്കെ ഒരു എക്സാമ്പിൾ തന്നെയാണത്. പക്ഷെ അതിനകത്ത് അത്ഭുതമോ കാര്യങ്ങളോ ഇല്ല. അന്ന് അവർക്കുണ്ടായിരുന്ന ഓപ്ഷൻ അവർ ബ്രില്യൻ്റ് ആയിട്ട് യൂസ് ചെയ്തു എന്നുള്ളതാണ്. അന്ന് ഈ തിയോഡോളൈറ്റോ അല്ലെങ്കിൽ GPS വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന സംഗതികളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ വേറെ പല മാർഗ്ഗങ്ങളായിരിക്കും ഉപയോഗിക്കുക, അതിനെ സെറ്റ് ഔട്ട് ചെയ്യാനും മാർക്ക് ചെയ്യാനും അളക്കാനും ഒക്കെ. അതിന് പകരം അവർ നാച്ചുറലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടുമാണ് യഥാർത്ഥ ഇക്വിനോക്സ് എന്ന്
അതുകൊണ്ടാണ് ഇത് ഈ അതെ അതെ പ്രതിഭാസം സംഭവിക്കുന്നത്. പക്ഷെ ഇത് രണ്ടും അല്ലാത്തൊരു ദിവസമാണ് നമ്മുടെ നാട്ടില് വിഷു ആഘോഷിക്കുന്നത്. അതെ, ഏപ്രിൽ 14-നാണ്. പക്ഷെ മാർച്ച് 21-നാണ് ആക്ച്വലി വിഷുവം എന്ന് പറയുന്നത്. പണ്ടങ്ങാണ്ടുള്ള പഞ്ചാംഗത്തിലുള്ള സാധനം അതേപോലെ ഇന്ന് അതെ അതെ, അത് ശരിക്കും ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു വലിയ കുംഭമേള നടന്നല്ലോ, മഹാകുംഭമേള എന്ന് പറഞ്ഞൊരു സംഭവം നടന്നല്ലോ. പണ്ട് കുംഭമേളയ്ക്ക് ആളുകൾ കൂടുന്നത് കാര്യം അന്ന് ആളുകൾക്ക് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആകാശത്തിനെ അവരുടെ ഡേറ്റ് നോക്കണമെങ്കിലോ അല്ലെങ്കിൽ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രായം കണക്കൂട്ടണമെങ്കിലോ അല്ലെങ്കിൽ ദിശ അറിയണമെങ്കിലോ ഡയറക്ഷൻ അറിയണമെങ്കിലോ ഒക്കെ ആകാശം നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്, പ്രായം അറിയണമെങ്കിലും ഒക്കെ. അപ്പോ ഈ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കമ്പാരിറ്റീവ്ലി അന്നത്തെ കാലം വെച്ച് നോക്കുമ്പോൾ അത് ഈസിയാണ്. അപ്പൊ അന്ന് ഇവർ ഇതെല്ലാം എന്തെങ്കിലും ഈ വരുന്ന കറക്ഷൻസ് ആകാശത്തെ ഒബ്സർവേഷനകത്ത് അന്നുള്ള അറിവ് അനുസരിച്ചിട്ട് എന്തെങ്കിലും കറക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന സമയമാണ് ഈ കുംഭമേള എന്ന് പറയുന്നത്. അപ്പൊ അവിടെ സീരിയസ് സയൻസ് നടന്നുകൊണ്ടിരിക്കണം ഒരു കാലത്ത്, തിരുത്തപ്പെടുന്ന ഒരു സമയമായിരുന്നു ആയിരുന്നു. പക്ഷേ ഇപ്പൊ കുംഭമേള എന്ന് പറയുന്നത് വേറൊരു തരത്തിലായതുകൊണ്ട് ഈ ഇതിന്റെ ആക്ച്വൽ പല കാര്യങ്ങളും അങ്ങ് വിട്ടുപോയി എന്നുള്ളതാണ് കാര്യം. ആകാശത്ത് നോക്കി ഈ ഗ്രഹങ്ങളെ കണ്ടാൽ തിരിച്ചറിയാവുന്ന സ്വാമിമാർ പോലും ഒന്നുമില്ല. അവിടെ വരുന്നതും കുളിക്കുകയും ചെയ്യുന്നവരിൽ പലർക്കും ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. എല്ലാവരും താഴോട്ട് കീഴോട്ട് നോക്കി മനോരമയോ അല്ലെങ്കിൽ ഇവരൊക്കെ പബ്ലിഷ് ചെയ്യുന്ന പഞ്ചാംഗം എടുത്ത് മാതൃഭൂമിയോ ഒക്കെ എടുത്ത് കൊണ്ടുകൊടുക്കുന്ന പലപ്പോഴും ഈ അസ്ട്രോണമി അറിയാവുന്നവർ കുറിച്ചു കൊടുക്കുന്ന ഇത് വെച്ചുണ്ടാക്കിയിട്ടുള്ള പഞ്ചാംഗം വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് ഇവര് ഏപ്രിൽ 14 മാറ്റാതെ നിന്നുകൊണ്ടാണ് ശരിക്കും മുന്നോട്ട് മാറി പോയിട്ടുണ്ട്. ഈ പ്രതിഭാസങ്ങളിൽ നിന്ന് പ്രമാണത്തിലേക്ക് പോകാതെ പ്രമാണത്തിൽ തന്നെ അതെ അവിടെ ഉറച്ചു പറയുമ്പോൾ തന്നെ അതാണ് മറ്റേത് മറന്നുപോയി എന്നാൽ ഇത് തിരുത്താനും പറ്റുന്നില്ല. അതാണ് അപ്പൊ അതിനെ ബ്രേക്ക് എന്നുള്ളതാണ് ഒരു ശാസ്ത്രബോധം എന്നുകൊണ്ട് പൊതുവെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ പൊതുവെ ആൾക്കാർ ചിന്തിക്കുന്നത്, ഇപ്പം എനിക്ക് ചിന്ത തോന്നാറുണ്ട്, ഈ ശാസ്ത്രബോധം നമ്മുടെ സമൂഹത്തിൽ 80% ആൾക്കാർക്കും ശാസ്ത്രബോധമൊന്നുമില്ല. അവര് സുന്ദരമായിട്ട് ജീവിച്ച് മരിച്ചു പോകുന്നുണ്ട്. അപ്പം ഈ ശാസ്ത്രബോധം ഉണ്ടായത് കൊണ്ട് അത്രയ്ക്ക് വലിയ പ്രയോജനങ്ങളൊക്കെ മനുഷ്യർക്ക് ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ ശാസ്ത്രബോധമുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും ഒരു കപട ചികിത്സ അല്ലെങ്കിൽ ഒരു ഇതര വൈദ്യത്തിലേക്ക് പോവില്ല. നേരത്തെ പറഞ്ഞ സുഹൃത്ത് ഇന്ന് ജീവിച്ചിരുന്നേനെ. തീർച്ചയായിട്ടും എനിക്ക് ഇത് അതാണല്ലോ ഞാൻ പറഞ്ഞത്, എനിക്ക് പുറത്ത് പറഞ്ഞു തുടങ്ങണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ ആ ഒരു സംഭവം കാരണമായി എന്നുള്ളതാണ്. ഇന്നും അദ്ദേഹം തീർച്ചയായിട്ടും ഇപ്പൊ വീട്ടിൽ തന്നെ ആരെങ്കിലും വരുമ്പോഴത്തേക്കും എന്നോട് പറയും അവരോട് തർക്കിക്കണ്ട, അവര് ഇന്ന ആളാണ്, അവരിത് ഫോളോ ചെയ്യുന്നതാണെന്നൊക്കെ പറയും. പക്ഷെ ഞാൻ പറയുന്നത് തർക്കിക്കണം, അവരോട് തർക്കിക്കേണ്ടി വരും. ഇഷ്ടമല്ലെങ്കിലും ചിലപ്പോൾ അവരെ മുഷിപ്പിക്കേണ്ടി വരും. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആളുകളുടെ ജീവിതം അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ വളരെ നിസ്സാരമായിട്ട് കരുതുന്ന പല കാര്യങ്ങളും പ്രശ്നമുണ്ടെന്നുള്ളതാണ് പിന്നെ നമ്മൾ അങ്ങോട്ട് മനസ്സിലാക്കി വരുന്നത്. ഇതിനകത്ത് ഒരു നിസ്സാരമെന്ന് തോന്നുന്ന ഒരു വിശ്വാസം സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ വിശ്വാസം പടിപടിയായിട്ട് കയറി ഒരു നല്ല തികഞ്ഞ അടിപൊളി അന്ധവിശ്വാസിയായിട്ട് മാറും എന്നുള്ളതാണ്. ഇപ്പം ഈ അതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് ഈ ശാസ്ത്രബോധം ഉള്ളപ്പോൾ നമുക്ക് മറ്റേ അശാസ്ത്രീയ ചികിത്സകൾക്ക് ഇതൊന്നും പോയില്ലല്ലോ. പക്ഷെ അത് ചിലപ്പോൾ നമുക്ക് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ സിയാറിനെ ആദ്യം മുതലേ വീഡിയോ കാണുമ്പോൾ അതിലൊക്കെ ആദ്യമൊക്കെ സിയാറിന് ഇച്ചിരി മുടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് സിയർ വലിയ കഷണ്ടി അല്ലെങ്കിൽ പോലും പിന്നീട് കുറെ നാളായിട്ട് ഈ ഒരു ലുക്കിലാണ് വരുന്നത്. ഈ മുടി വളർന്ന ധാരാളം എണ്ണകളൊക്കെ ഉണ്ട്. ഇപ്പൊ നീലശൃംഗാതി എണ്ണയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മേടിച്ച് പുരട്ടി ഇച്ചിരി മുടിയൊക്കെ വളർത്താൻ അനുവദിക്കാത്ത ഒരു പക്ഷേ ഈ ശാസ്ത്രം മാത്രം പിന്തുടർന്ന് പോകുന്നുണ്ടാണോ? അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അത് അറിയാം. ഇപ്പൊ ഉദാഹരണത്തിന് ആണുങ്ങൾക്ക് ആൻഡ്രോജനിക് അലോപേഷ്യ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മുടെ മുടി കൊഴിഞ്ഞു പോകും എന്നുള്ള തിരിച്ചറിവാണ്. പിന്നെ ജനിതകം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് നമുക്കറിയാം. അതായത് കഷണ്ടി എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ മെയിൽ പാറ്റേൺ ബോൾനെസ് എന്ന് പറയുന്ന സാധനം ഇറ്റ് റൺസ് ഇൻ ഫാമിലീസ്. അച്ഛനുണ്ടെങ്കിൽ മക്കൾക്ക് വരും, അങ്ങനെയാണ് പോകുന്നതെന്ന് പറയാം. അപ്പൊ പോകാനുള്ള സാധ്യത അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ വേണ്ട സാധ്യത ഇതാണ്, ഇപ്പോൾ ഡാൻഡ്രഫ് ഉള്ളവർക്ക് മുടി കൊഴിയാറുണ്ടെന്നുള്ളത് അറിയാം അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എണ്ണ കിട്ടുമല്ലോ. അവിടെയാണ് പ്രശ്നം. ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്ന സാധനം ആക്ച്വലി ഒരു ഫംഗസ് ആണ്. ഈ ഫംഗസ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ഒരു ഫംഗസ് അല്ല. ഡാൻഡ്രഫ് എന്ന് പറയുന്ന കാര്യം ഉണ്ടാവാൻ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് പോലെയുള്ള ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ ഈ ഫംഗസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ തലയിലുള്ള നമ്മുടെ സ്കാൽപ്പിലുള്ള സീബം എന്ന് പറഞ്ഞ സംഗതി കഴിച്ചാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ എണ്ണ മെഴുക്ക്, ആ എണ്ണയിലാണ് തിന്ന് ജീവിക്കുന്നത്. അപ്പൊ അതിനുള്ള ഒരു വളമാണ് ഈ എണ്ണ എന്ന് പറയുന്നത്. നിങ്ങൾ എണ്ണ തേക്കുകയാണെന്നുണ്ടെങ്കിൽ ഫംഗസിന് വളരാൻ അനുയോജ്യമായ ഒരു വ്യവസ്ഥ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എണ്ണയിലോട്ട് പോകുന്നതിൽ പ്രത്യേകിച്ച് യാതൊരു അർത്ഥമില്ല എന്നുള്ളതാണ്. എണ്ണ തേച്ചെന്ന് പറഞ്ഞ് മുടി കൂടുതൽ വളരുകയോ ഒന്നുമില്ല. ഇപ്പോൾ ഡാൻഡ്രഫ് കാരണമാണ് നിങ്ങൾക്ക് മുടി കൊഴിയുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കുറച്ചുകൂടെ സൗകര്യം. അപ്പൊ നീലഭൃങ്ങാതി അല്ല, ഇനി എന്തിട്ടായാലും ആ എണ്ണ പുരട്ടിയുണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് അറിയാം, അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്റെ ജനിതകത്തിൽ ഇതാണ്, ഇത് എനിക്കൊരു പ്രശ്നമായി തോന്നുന്നില്ല. അപ്പൊ പിന്നെ എനിക്ക് മുടി വളർത്തണമെന്ന് തോന്നാറില്ല. അതാണ് എന്റെ ഒരു സംഗതി. നമ്മൾ ഈ താടിയൊക്കെ ഷേവ് ചെയ്യുമ്പോൾ താടി പണ്ടൊക്കെ കൂടുതൽ നല്ലോണം വളർന്നു വരാൻ വേണ്ടി ഡെയിലി ഷേവ് ചെയ്യും. ഈ ഷേവ് ചെയ്യുമ്പോൾ മുടി കൂടുതൽ വളരുന്ന അങ്ങനെ ഉണ്ടാവും. അല്ല, ഇത് പല തരത്തിലും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതായത്
ചിലർ പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താടി വീണ്ടും വീണ്ടും ഷേവ് ചെയ്യുമ്പോൾ അവിടെ രക്തയോട്ടം കൂടും എന്നുള്ളതാണ്. അപ്പോൾ മുടി വളർച്ചയ്ക്ക് രക്തയോട്ടം കൂടുന്നത് അല്ലെങ്കിൽ രക്തയോട്ടം വേണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണം. ഇപ്പൊ ചെടികൾക്ക് വെള്ളം ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജേഷ് എന്ത് പറയും, വെള്ളം ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞിട്ട് കൂടുതൽ ചെടി വളരില്ല. അതിനാവശ്യമുള്ളത് വേണം, കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ഇത് ചീഞ്ഞു പോകും എന്നുള്ളതാണ്. അപ്പൊ ആക്ച്വലി ഷേവിങ് വഴി നമ്മൾ ഒരുപാട് ഹെയർ ഫോളിക്കിൾസിനെ ഡാമേജ് ചെയ്യുന്നുണ്ട്. അതുവഴി ഈ പറഞ്ഞ പോലെ ക്ലോസ് ആയിട്ട് ഷേവ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് സർക്കുലേഷൻ കൂടുന്നുണ്ടാവാം. പക്ഷെ ആ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ മുടി വളർച്ചയെ അങ്ങ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമൊന്നുമല്ല. നിങ്ങൾക്ക് മെയിൻലി അവിടെ പ്ലേ ചെയ്യുന്ന സാധനം ജനറ്റിക്സ് ആണ്. നിങ്ങൾക്ക് നല്ല താടിയുള്ള ഒരു ഇതിനകത്താണ് ജനിതകം, അതിനുള്ള ജനിതകം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ താടി വളരും എന്നുള്ളതാണ്. ഇനി ഷേവ് ചെയ്താലും ഇല്ലെങ്കിലും. ടിവിയിലൊക്കെ കാണുന്ന പരസ്യങ്ങൾ നല്ലൊരു പങ്കും ഈ മുടി വളരാൻ വേണ്ടി അതെ അല്ല, മുടി വളരുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പം പറഞ്ഞു പറ്റിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളതാണ്. കാര്യം മുടി വളരുക, വെളുക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ എന്താ പറയുക, ആടിനെ കുഴ കാണിച്ച് വിളിക്കുക എന്നൊക്കെ പറഞ്ഞതുപോലെ ഈ അശാസ്ത്രീയത പ്രചരിപ്പിക്കാൻ വളരെ എളുപ്പമുള്ള പല കാര്യങ്ങളിൽ ഒന്നാണ് ഈ മുടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫെയർനെസ് കൂട്ടുക, ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് വിളിക്കുക എന്നുള്ളത്. അപ്പൊ അതിനകത്തോട്ട് പോയി ചാടും. പിന്നെ അവരെന്ത് പറഞ്ഞാലും അതിന്റെ കൂടെ നിന്നോളൂ എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ നമുക്ക് കൃത്യമായി എങ്ങനെ അത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും? മുടിയൊന്നും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. നമുക്ക് ബിഫോർ ആഫ്റ്റർ പടങ്ങളൊക്കെ നോക്കണം. പലപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്ന ആംഗിളിലോ അല്ലെങ്കിൽ ലൈറ്റിങ്ങിനകത്തൊക്കെ ഉള്ള വ്യത്യാസം കൊണ്ട് തന്നെ നമുക്ക് മുടി കൂടുതലുള്ളതായിട്ടൊക്കെ തോന്നിപ്പിക്കാൻ പറ്റും. ഇപ്പൊ ബാക്കിൽ നിന്നൊക്കെ ഒന്ന് ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇടയിലുള്ള മുടിയുടെ ഇടയിൽ കൂടെ ഗ്യാപ്പിൽ കൂടെ ഒക്കെ വരും ലൈറ്റ്. അപ്പോൾ നമുക്ക് തോന്നും ഉള്ളില്ലാത്ത മുടിയാണെന്നുള്ളത്. തിരിച്ചങ്ങോട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഞെരുക്കമുള്ള മുടിയായിട്ട് തോന്നും. പിന്നെ ഈ പറയുന്ന പോലെ ഈ സയൻസിൽ അറിയാം, മോഡേൺ മെഡിസിനിൽ ഈ മുടി വളരാൻ ഒരു മരുന്നില്ലേ, എന്തെങ്കിലും ഉണ്ടോ? മിനോക്സിഡിൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് എന്താണ് മുടി വളരാനുള്ള മരുന്ന് എന്നുള്ളത് ആക്ച്വലി ഒരു ഡോക്ടറിനെ കണ്ട് പ്രിസ്ക്രൈബ് ചെയ്ത് വാങ്ങിക്കേണ്ട ഒരു കാര്യമാണ്. മെഡിക്കൽ അഡ്വൈസ് ഞാൻ എൻ്റെ ലൂസി ചാനലിൽ ഞാൻ കൊടുക്കാറില്ല. കാര്യം ഞാനൊരു ഡോക്ടറല്ല. മെഡിക്കൽ അഡ്വൈസിന് വരെ നമ്മൾ കൊടുക്കുന്നത് എന്താണ്, നമുക്ക് ഒരു സാധാരണ പൗരൻ അറിഞ്ഞിരിക്കേണ്ട ആരോഗ്യ സാക്ഷരതയാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ചത് വെച്ചിട്ട് ഈ കാര്യം ശരിയാണോ തെറ്റാണോ ഇത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. കാര്യം നിങ്ങൾ പഠിച്ചതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിരിക്കണം ബാക്കി കിട്ടുന്ന അറിവുകൾ എപ്പോഴും. അല്ലെങ്കിൽ പഴയതിനകത്ത് എന്താണ് പ്രശ്നം അത് മാത്രം, ആ പോയിന്റ് മാത്രമായിരിക്കും തിരുത്തുന്നത്. അപ്പൊ അറിവ് അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ഉള്ളതിന്റെ മുകളിൽ ബിൽഡ് ചെയ്താണ് പോകുന്നത് എന്നുള്ളത്. അപ്പൊ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിച്ചത് ഇന്നും പല്ലിന്റെയോ എല്ലിന്റെയോ എണ്ണം ഒക്കെ കൂടുതലായിട്ട് ഒരു പുസ്തകത്തിൽ കാണാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് സുശ്രുതൻ എല്ലിന്റെ എണ്ണം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച എല്ലിന്റെ എണ്ണമായിട്ട് മിസ്മാച്ച് ആണെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞത് തെറ്റാണ്, അത് തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ശരിയായ ഒരു രീതി. ചില ബ്യൂട്ടി പാർലർ നടത്തുന്ന ആൾക്കാരൊക്കെ ഈ മിനോക്സിഡൊക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അവർ ഈ എണ്ണയും മറ്റൊക്കെ ചെയ്യുന്നതിനേക്കാളും അല്ല, അത് അവര് കൊടുക്കേണ്ട പ്രോപ്പർ അഡ്വൈസ്, കൺസൾട്ട് എ പ്രോപ്പർ ഡോക്ടർ ആൻഡ് യൂസ് ഇറ്റ് എന്നുള്ളതാണ്. അല്ലാതെ അവര് റെക്കമെൻഡ് ചെയ്യല്ല. ഈ കോസ്മെറ്റിക് ആയിട്ട് സ്കിന്നിന്റെ പുറത്ത് ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളല്ല. അതും അവർക്ക് സ്വന്തം പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്നത് എത്രത്തോളം എത്തിക്കലാണെന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. കാര്യം ഇപ്പോൾ ഞാൻ അവിടെ കുഴച്ചെടുത്ത കറ്റാർ വാഴയിൽ കുഴച്ചെടുത്ത സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി മുഖത്ത് തേക്കുന്നതിനോട് എനിക്ക് പ്രത്യേകിച്ച് യോജിപ്പില്ല. അത് യാതൊരു തെളിവില്ലാത്ത ഒരു കാര്യമായിരിക്കും. ഈ കറ്റാർ വാഴ അല്ലെങ്കിൽ നാച്ചുറൽ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ആളുകൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റുമാണ്. പക്ഷേ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള അതിനെപ്പറ്റി ലോങ് ടേം ആയിട്ട് സ്റ്റഡി നടത്തിയിട്ടുള്ളത്, ബ്ലൈൻഡ് ട്രയൽസ് നടത്തിയിട്ടുള്ളത്, ഇപ്പോൾ 2 പേരെ ഇരുത്തിയിട്ട് മോക്കുരു ഉള്ള ആള് മോക്കുരു ഇല്ലാത്ത ആള് 2 പേരെയും ഗ്രൂപ്പ് തിരിച്ച് സ്റ്റഡിയൊക്കെ നടത്തിയിട്ടുള്ള റിസൾട്ടുകളുള്ള നല്ല ബ്രാൻഡുകൾ ഉണ്ടെങ്കിൽ, സേഫ് ആണെന്ന് ഉറപ്പാണെങ്കിൽ വാങ്ങിച്ച് തേക്കുക, അത്രേ ഉള്ളൂ. താല്പര്യം ഉണ്ടെങ്കിൽ അവനവന്. അല്ലാതെ അവര് അങ്ങോട്ട് പോയി നിങ്ങൾ മുടി വളരാൻ മിനോക്സിഡിൽ വാങ്ങിച്ച് കഴിക്കും എന്ന് പറയുന്നത് അങ്ങനെ അത് അൺഎത്തിക്കലാണ്. എനിക്ക് തോന്നുന്നത് ദേ ആർ നോട്ട് ക്വാളിഫൈഡ് ടു ഡു ദാറ്റ്. ഈ ചില ആയുർവേദ എണ്ണകളൊക്കെ തേച്ചാലും മുടി വളരുന്നതായിട്ട് ഓരോരുത്തരൊക്കെ പറയാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ കിന്നരിപ്പുഴയോരം മോഡലിൽ അതിലേക്ക് മിനോക്സിഡിൽ അവർ ചേർക്കുന്നുണ്ടാവും. ആർക്കറിയാം. അല്ല, ഇത് മാത്രമല്ല, പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാനൊക്കെ കൊച്ചായിരുന്ന സമയത്ത് കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യം നമുക്ക് കൊച്ചായിരിക്കുന്ന സമയത്ത് ഈ അല്ലെങ്കിൽ ടീനേജിലോട്ട് കടക്കുന്ന സമയത്ത് മീശ താടിയൊക്കെ വളരുന്ന വലിയ കാര്യമാണല്ലോ. കരടി നെയ്യാണ്. അപ്പൊ കരടി നെയ്യ് കൊടുക്കുന്ന വളരെ സൂക്ഷിച്ച് കൈ പറ്റി ഉടനെ അല്ലെങ്കിൽ കയ്യിൽ രോമം വരും എന്നാണ് പറയുന്നത്. അതായത് കരടി നെയ്യ് എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഉള്ളം കയ്യിൽ പറ്റരുത്. ഉള്ളം കൈ പറ്റിക്കഴിഞ്ഞാൽ ഉള്ളം കഴിക്കാത്ത രോമം വരുന്നുള്ളതാണ്. ഇന്ന് വരെ ഉള്ളം കഴിക്കാത്ത രോമം, കരടി നെയ്യ് തേച്ച് കയ്യിൽ രോമം വന്ന ആരും നമ്മൾ കണ്ടിട്ടുമില്ല. അപ്പൊ ഇതൊക്കെയാണ് അതിനകത്തുള്ള ഒരു സംഭവം. അപ്പൊ ഇത്രയും ഈ ഇതിനകത്തുള്ള ഏറ്റവും വലിയ തമാശ, കരടി നെയ്യ് വിൽക്കുന്നവന്റെ തലയിൽ ഒരു മുടി പോലും കാണില്ല എന്നുള്ളതാണ്. ഇപ്പൊ പല പാസ്റ്റർമാരുടെയും വീഡിയോ ഇടയ്ക്ക് ഞാൻ ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. മറ്റേ വെള്ളപ്പാണ്ട് അല്ലെ, ആ പതേരു എന്നൊക്കെ പറയുന്ന അസുഖമുള്ളവര് നിന്നിട്ട് ക്യാൻസറും അതെ ലൂക്കീമിയൊക്കെ മാറ്റുന്ന ആളുകളാണ്. പക്ഷെ സ്വന്തം അല്ലെങ്കിൽ അവരുടെ തന്നെ
കുറച്ചുകൂടെ മുകളിലുള്ള ആളുകൾക്ക് ഇപ്പോൾ എന്താ പറയാ അവരെക്കാളും എന്താ പറയുക പ്രീസ്റ്റിന്റെ ലെവലിൽ പല ലെവലുകളുണ്ടല്ലോ, അവരെക്കാൾ കൂടി നിൽക്കുന്ന ആരുടെയെങ്കിലും ഒരു ക്യാൻസറോ അല്ലെങ്കിൽ ഹൃദയാഘാതമോ ഒന്നും മാറ്റി കാണുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് അതിനകത്തുള്ള ഒരു തമാശ എന്ന് പറയുന്നത്. പരിപൂർണനായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറയുന്ന ഒരു കണ്ണാടിയൊക്കെ വെച്ചുകൊണ്ടാണ്. അതെ കണ്ണാടി വെച്ചുകൊണ്ടാണ് നടത്തുന്നത്. അതായത് കാലിന്റെ നീളക്കുറവ് പരിഹരിക്കുന്ന ആളുകൾ പോലും ഒരു കാരണവശാലും സ്വന്തം കണ്ണാടി എടുത്ത് മാറ്റാനായിട്ടുള്ള പരിപാടികൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് വെച്ചോണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. കണ്ണാടി പലരും ഇപ്പൊ ഒരു അസുഖത്തിന്റെ ചികിത്സയുടെ ഭാഗമായിട്ട് വെച്ചതാണെന്നുള്ളത് മറന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം കേട്ടോ. ഹിയറിംഗ് എയ്ഡ് പിന്നെ ആളുകൾ ശ്രദ്ധിക്കും. അപ്പോ പക്ഷേ കണ്ണാടി എന്ന് പറയുന്നത് കണ്ണിനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ വെച്ചിരിക്കുന്ന ആളെന്ന് പലരും ഈ ഇതിനെയൊക്കെ പറ്റി പറയുന്നവർ പോലും മറന്നു പോകുന്നു എന്നുള്ളതാണ്. ഈ പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ആൾക്കാർ ഈ മോഡേൺ മെഡിസിന് പുറകെ പോകാതെ ഇത്ര നാട്ടുവൈദ്യങ്ങൾക്ക് പുറകെ പോകുന്നത് ഈ പൊതുവെ അവർക്ക് ഈ കെമിക്കൽ അതൊരു ദോഷമാകുന്നുണ്ട്. ഒരു കീമോഫോബിയ നമ്മുടെ നാട്ടിൽ അതിഭയങ്കരമായിട്ടുണ്ട്. അല്ലെ, അതിൽ പ്രധാനപ്പെട്ട കാരണം ഈ കീമോഫോബിയ തന്നെയാണ്. തീർച്ചയായിട്ടും. അതായത് നമ്മളിപ്പോ ഏത് പരസ്യം എടുത്ത് ടി വിയിൽ നോക്കിയാലും കാണുന്ന ഒരു കാര്യമാണ് കെമിക്കൽ ഫ്രീ എന്ന് പറയുന്ന ആഡ്. അത് ശുദ്ധാബദ്ധമാണെന്നുള്ളത് അറിയാവുന്നവർ പോലും അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ അത് ഒരു സാധാരണ എന്താ പറയുക എല്ലാവരുടെയും സംസാര ഭാഷയുടെ ഭാഗമായിട്ടുണ്ട് അത് കെമിക്കലാണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ നമ്മളെന്ന് പറയുന്നത് കെമിക്കലുകൾ മാത്രമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിട്ട് പോലും ഇത് ചില കാര്യങ്ങളൊന്നും കെമിക്കലായിട്ട് നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു പ്രധാന കാരണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് മാത്രമല്ല ഇതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് എപ്പോഴും കാണുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഓർഗാനിക് ഫുഡിന്റെ കാര്യമായാലും അല്ലെങ്കിൽ രാസ കീടനാശിനിയെ ആളുകൾ പേടിക്കുന്നതായിരുന്നാലും ഒക്കെ ഒരു സിമ്പിൾ തോട്ട് എക്സ്പെരിമെന്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിത ദൈർഘ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് 1900s ശേഷം 1900-ങ്ങൾക്ക് ശേഷമാണ് അത് ക്രമേണ പതുക്കെ കൂടിയെന്ന്. അത് ഓരോ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തവും ഇപ്പൊ യൂറിയ കണ്ടുപിടിച്ചപ്പോൾ അല്ലെങ്കിൽ മോഡേൺ മെഡിസിനിൽ ചില ആന്റിബയോട്ടിക്സ് കണ്ടുപിടിച്ചപ്പോൾ പെൻസിലിൻ കണ്ടുപിടിച്ചപ്പോഴൊക്കെയാണ് അത് ആയുർദൈർഘ്യം കൂടി വരുന്നതായിട്ട് കാണുന്നത്. അപ്പൊ ഇതിന് മുമ്പുണ്ടായിരുന്നവർ ആയുർദൈർഘ്യം കുറഞ്ഞ ആളുകളുടെ കാര്യം എടുത്തു നോക്കിയേ, അന്ന് അവർ കഴിച്ചുകൊണ്ടിരുന്ന എല്ലാം ഓർഗാനിക് ഫുഡാണ്. കാര്യം അവർക്ക് കെമിക്കലുകൾ അവരുദ്ദേശിക്കുന്ന കെമിക്കലുകൾ കണ്ടുപിടിച്ചിട്ടില്ല. അതായത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ഇത് കണ്ടുപിടിച്ചിട്ടില്ല, കളനാശിനികൾ കണ്ടുപിടിച്ചിട്ടില്ല, അങ്ങനെയൊന്നുമില്ല, എല്ലാം നാച്ചുറൽ ആയിരുന്നു. അന്നാണ് അവർ ഏറ്റവും കുറച്ച് ജീവിച്ചത്. ഇന്നുള്ളതിനേക്കാളും ഫാക്ടറികളില്ല, ഒന്നുമില്ല, പൊല്യൂഷൻ ഇല്ല, ഒന്നുമില്ല. പക്ഷെ അന്നാണ് അവർ ഏറ്റവും കുറച്ച് ജീവിച്ചത്. ഏറ്റവും നല്ല വെള്ളം, കിളി നല്ല വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള വെള്ളം, ഇത്രയും നല്ല വെള്ളം ഉണ്ടായിട്ടും അവർക്ക് ശുദ്ധവായു ഉണ്ടായിട്ടും ഒരു പ്രശ്നമില്ലായിട്ടും പൊല്യൂഷൻ ഇല്ലായിരുന്നിട്ടും ഇവർക്കൊന്നും ആയുസ് എന്ന് പറയുന്നത് തീരെ ഇല്ലായിരുന്നു. നമ്മുടെ ഈ ചരിത്രത്തിൽ തന്നെ പല മഹാരാജാക്കന്മാരെയൊക്കെ ആയുസ് 30 വയസ്സ് 31 കറക്റ്റ്. അതാണ്. അതിനപ്പുറം മഹർഷിമാര്, രാജാക്കന്മാരെ വിടൂ, ഇതെല്ലാം അറിയാവുന്ന മഹർഷിമാരുടെ പോലും ആയുസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരുന്നു. 30-31 ആണ്. 31 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് ഫിഗർ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ചെറിയൊരു വയറിളക്കം പിടിച്ചൊക്കെയാണ് വയറിളക്കം മതിയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ വയറിളക്കം അല്ലെങ്കിൽ നമ്മുടെ ഈ ORSന്റെ കണ്ടുപിടുത്തമൊക്കെ വളരെ വലിയ കണ്ടുപിടുത്തമായിട്ട് ഇപ്പോഴും കരുതുന്നത് വെച്ചാൽ സംഭവം ആലോചിക്കും എന്താണ്, കുറച്ച് ഉപ്പും പഞ്ചസാരയും കൂടെ കലക്കി കൊടുക്കുന്ന പരിപാടിയേ ഉള്ളൂ. പക്ഷെ എത്ര കുട്ടികളുടെ ജീവിതമാണ് രക്ഷപ്പെട്ടത്. കൈ സോപ്പ് ഉപയോഗിച്ച് അണുമുക്തമാക്കുന്ന പറഞ്ഞാൽ ആ ഒരു ചെറിയ സാധനം തന്നെ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. അതെ. ഇപ്പൊ ഇതില് നമുക്ക് ഈ സയൻസിനെ കുറിച്ച് ഇത്തരം അശാസ്ത്രികൾ പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ തന്നെ ഒരുപാട് മരണങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ അക്യുപങ്ക്ചർ പോലുള്ള ചില ചികിത്സാ രീതികളൊക്കെ ഉണ്ടല്ലോ, അത് സയൻസിന്റെ ഒരു ഭാഗമാണെന്ന് തന്നെയാണ് പലരും ഇപ്പോഴും കരുതിയിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ സയന്റിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇതുണ്ടോ അതിൽ? കാരണം അത് ചൈനീസ് ആണ്. അതെ, അല്ല അതിന് പല 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 ഹിസ്റ്ററിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അത് എവിടെ നിന്ന് വന്നു എന്നുള്ളതിനേക്കാളും ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം, എന്തിനാണ് ഈ സ്യൂഡോ സയൻസിന്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സയൻസ് ആയിട്ട് ഭാവിക്കുക എന്നുള്ളതാണ്. അതായത് സയൻസ് ആയിട്ട് മാസ്കുറേഡ് ചെയ്യുക എന്നുള്ളത് അതിന്റെ ഒരു ടിപ്പിക്കൽ ലക്ഷണമാണ്. ഈ അക്യുപങ്ക്ചർ ശരിയാണെന്ന് വിശ്വസിക്കാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, പലപ്പോഴും മോഡേൺ മെഡിസിന്റെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു സൂചി കുത്തുന്ന പരിപാടി ഉണ്ട്, അകത്തേക്ക് കുത്തി കയറ്റുന്ന പരിപാടി ഉള്ളതെന്നുള്ളത് ആളുകൾക്ക് അറിയാം. അപ്പം സൂചി സയൻസിന്റെ കണ്ടുപിടുത്തമാണല്ലോ. അപ്പൊ ഈ സൂചിയും മറ്റേത് ഹൈപ്പഡെർമിക് നീഡിൽസ് ആണ്, അകത്തൂടെ നമുക്കൊരു ഫ്ലൂയിഡ് അകത്തേക്ക് കൊടുക്കാൻ കഴിയുന്ന തരം സൂചികളാണ് ആശുപത്രികളിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് അകത്തേക്ക് കുത്തിക്കയറ്റുന്നത് ഒരു സയൻസിന്റെ ഒരു കണ്ടുപിടുത്തമാണ് അല്ലെങ്കിൽ സയൻസിന്റെ രീതിയാണെന്ന് പലരെയും തെറ്റിദ്ധരിപ്പിക്കുന്നു. മറ്റേത് അവർ പറയുന്നത് ഇപ്പോൾ ഈ അവയവങ്ങളുടെ പേര് ഹാർട്ട്, കിഡ്നി, ലിവർ എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും അവർ കാലിന്റെ അടിയിലോ അല്ലെങ്കിൽ കൈക്കുള്ളിലോ ഒക്കെയാണ് പല സ്ഥാനങ്ങൾ അക്യൂ പ്രഷർ പോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത്. ലിവർ, കരൾ രോഗം ഇവിടെ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഹാർട്ട് ഇവിടെ, എനിക്കറിയില്ല ഇത് ഏത് സംഭവമാണ്. എന്നിട്ട് ഈ പറയുന്ന നീഡിലുകൾ കുത്തി ഇറക്കുന്ന പരിപാടിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെ പരീക്ഷിക്കുന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. കാര്യം പലരും സബ്ജക്റ്റീവ് ആയിട്ടുള്ള ചില, അതായത് വ്യക്തിക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളെ പറ്റിയിട്ടാണ് അവിടെ സംസാരിക്കാതെ. ഇപ്പോൾ ഉദാഹരണത്തിന് എന്റെ പെയിൻ കുറഞ്ഞു, വേദന കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇപ്പൊ പറയുന്നത് മാത്രമേ ചികിത്സകന് മനസ്സിലാവുള്ളൂ, രോഗി പറയുന്നത് മാത്രമേ മനസ്സിലാവുള്ളൂ. അവിടെയാണ് ഇവർ കുറെ മെറിഡിയൻസ് എന്ന് പറഞ്ഞ് കുറെ വരകൾ കണ്ടുപിടിച്ച് വെച്ചിരുന്നത്. ഇവിടെ കുത്തുമ്പോഴാണ് ഈ റിസൾട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്,
വേറെ സ്ഥലത്ത് കുത്തി നോക്കാം, വേറെ മെറിഡിയൻസ് എന്ന് പറയുന്ന ഷാം നീഡ്ലിംഗ് എന്ന് പറയും, അങ്ങനെ വെച്ച് പരീക്ഷിച്ചപ്പോഴാണ് അക്യുപഞ്ചറിന്റെ തട്ടിപ്പുകൾ മനസ്സിലായത്. കാര്യം ഈവൻ സബ്ജക്റ്റീവ് ആയിട്ടുള്ള സാധനമാണെങ്കിൽ പോലും പറയുമ്പോഴും അത് രോഗി അറിയാതെ ചെയ്യാൻ പറ്റുമോ? വേദന എടുക്കത്തില്ലേ? ഇല്ല, പക്ഷെ രോഗിക്ക് മെറിഡിയൻ അറിയില്ല, വേദന എടുക്കും. പക്ഷെ രോഗിക്ക്, അതായത് ഈ മെറിഡിയനിൽ കുത്തിക്കഴിഞ്ഞാൽ കരൾ രോഗം മാറും എന്ന് പറയണം, ഒരു വരയുണ്ട്. ആ വരയിൽ നമ്മൾ കുത്തുന്നില്ല, പകരം വേറെ വരയിൽ കുത്തുന്നു. ഒരു മെറിഡിയനും അല്ലാതെ ചുമ്മാ ശരീരത്തിന്റെ വേറൊരു ഭാഗത്ത് കുത്തുന്നു. ആ രോഗിയും പറയുകയാണ് എന്റെ വേദന മാറിയത്. അപ്പം ഈ മെറിഡിയൻ എന്ന് പറഞ്ഞ അടിസ്ഥാന സങ്കല്പമേ തെറ്റി. മനസ്സിലായില്ല, അങ്ങനെയാണ് അത് പൊളിഞ്ഞത്. എവിടെയെങ്കിലും ഒരു കുത്തുകൊണ്ടാ മതി. അതാണ്, അവിടെയാണ് നമ്മുടെ പ്ലസീബോ അല്ലെങ്കിൽ നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഒരു രീതിയാണ്. നമുക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ഇപ്പോ ഒരു രോഗിയായിട്ട് കിടക്കുന്ന ഒരാൾ സുഖമാണോ എന്ന് ചോദിക്കുന്നത് പോലെ അയാൾക്ക് ഒരു ആശ്വാസവും ചിലപ്പോൾ അതിൽ ചിലപ്പോൾ അയാൾക്ക് ഒരു പെയിൻ കുറഞ്ഞെന്ന് വരാം. കാണാതിരുന്ന മകൻ വന്ന് കാണുമ്പോൾ ചിലപ്പോൾ കിടപ്പ് രോഗിയായിട്ടുള്ള ഒരു അച്ഛന് സന്തോഷം വരാൻ കുറച്ച് റിലീഫ് ഉണ്ടാവാം. സെയിം തിങ്, അതിൽ കൂടുതലൊന്നുമില്ല. ഈ റിലീഫ് ആയിരിക്കും ഒരു പക്ഷേ ഹോമിയോയിലും വർക്ക് ചെയ്യുന്നത്. കാരണം തീർച്ചയായിട്ടും പഞ്ചറൊക്കെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ ഹോമിയോ പറഞ്ഞാൽ മാസമായിട്ട് നമ്മുടെ ജനങ്ങൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാനൊരു അധ്യാപകൻ, എന്റെ സ്റ്റാഫ് റൂമിൽ തന്നെ പല അധ്യാപകരും ഹോമിയോ വരുന്നത് ഉപയോഗിക്കുന്നവരാണ്. ഞാനത് എന്റർടൈൻമെന്റ് ആയിട്ട് ഞാൻ ചെന്ന് കുപ്പി അടപ്പോട് പുറത്തൊക്കെ കഴിച്ചൊക്കെ കാണിക്കാറുണ്ട്. അല്ല, അത് പണ്ട് കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ അവിടെ പറയാം. അല്ല, ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടാ ഇതിനകത്ത് വേറെ വല്ലതും ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞൂടാ. ഒന്ന്, പിന്നെ പല പഠനങ്ങളും ഇപ്പൊ കാണിക്കുന്നത് ആഴ്സനിക്കിന്റെ ഒക്കെ ടോക്സിസിറ്റി ഉള്ളതായിട്ടുള്ള ചില സ്റ്റഡീസും പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോ മാത്രമല്ല, കരൾ രോഗികളായിട്ടുള്ള ആളുകളെ ചികിത്സിക്കുന്ന പലരും വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തിയിട്ട് അതിന്റെയൊക്കെ ഔട്ട്കംസിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്നത് അത് അത്ര ഈ പറയുന്ന അത്രയും ബിനൈൻ അല്ലെങ്കിൽ ഹാംലെസ് ആയിട്ടുള്ള ഒരു സാധനം അല്ല ഈ ഹോമിയോ മരുന്ന് എന്നുള്ളതാണ്. കാര്യം അതിനകത്തും കണ്ടാമിനേഷൻ ഒക്കെ വരാമല്ലോ. അത് ഹോമിയോ സിസ്റ്റത്തിന്റെ പ്രശ്നമല്ല, ആ മരുന്നിന്റെ പ്രശ്നമാണ് ഈ കണ്ടാമിനേഷൻ ഒക്കെ വരുന്നത് എന്നുള്ളതാണ്. ശരിക്കും ഒന്നും വരാൻ പാടില്ല. പ്യൂർ ഹോമിയോ ആണെങ്കിൽ വരാൻ പാടില്ല, ധൈര്യമായിട്ട് കുടിക്കാം. പക്ഷെ ഇത് പ്യൂർ ഹോമിയോ ആണെന്ന് എങ്ങനെ അറിയും? ധൈര്യമായിട്ട് കുടിക്കാന്ന് വെച്ചാൽ രോഗം മാറാനല്ല, കുടിക്കാം. അതെ, അല്ല, ഹോമിയോ വർക്ക് ചെയ്യുന്ന ഒരൊറ്റ അസുഖമേ ഉള്ളൂ ലോകത്ത്. അതിന്റെ പേരാണ് ഹൈപ്പോഗ്ലൈസീമിയ. നിങ്ങൾക്ക് ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ 2 ഹോമിയോ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ എന്റെ സ്റ്റാഫ് റൂമിന്റെ ടീച്ചർ സ്ഥിരമായിട്ട് ഇപ്പൊ ഒരു ഹോമിയോ മരുന്ന് കഴിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവരെന്നെ പറയുന്നത്, ഇപ്പൊ ഞാൻ ഷുഗർ നോക്കിയപ്പോൾ ഷുഗർ കൂടുതലാണ്. ഞാനത് അങ്ങനെ ആയിരിക്കും, മറ്റു കാരണം കൊണ്ടാന്ന് പറഞ്ഞു. ചിലപ്പോ തിരിച്ചായിരിക്കും, ഒരു പക്ഷേ അല്ല. അതെ ഞാൻ പറയുന്നത്, ഇപ്പൊ ഷുഗർ കുറഞ്ഞ് ബോധം കെട്ട് വീഴുന്ന ഒരാൾക്ക് വേണമെങ്കിൽ 2 ഹോമിയോ ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ ആ പഞ്ചസാരയുടെ ഒരു കാര്യത്തിനകത്ത് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പറയാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അതിന് ലോകത്തൊരിടത്തും. കാര്യം നിങ്ങൾ വിക്കിപീഡിയയിൽ തുറന്നു നോക്കി കഴിഞ്ഞാൽ തന്നെ ആദ്യം കാണുന്നത് ഹോമിയോപ്പതി ഈസ് എ സ്യൂഡോ സയന്റിഫിക് പ്രാക്ടീസ് ആണ്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് മെഡിസിൻ എന്ന് പറയുന്നത്. അല്ല, അത് ഹോമിയോപ്പതിയിൽ ആണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എഡിറ്റിനുള്ള സംരംഭം പല സ്ഥലത്തു നിന്നായിട്ട് നടന്നത്. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ട് അത് എഡിറ്റ് ചെയ്യാൻ. അതിൽ പ്രത്യേകിച്ച് ഹോമിയോപ്പതിയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് കേരളയും ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഒരുപാട് പേര് ട്രൈ ചെയ്തതാണ്. പക്ഷെ അപ്പോ ഒരു സിൽവർ ലോക്ക് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് വിക്കിപീഡിയ കൊണ്ടുവരും. ആദ്യം സിൽവർ ലോക്ക് ഇട്ടത് ആക്ച്വലി ഹോമിയോപ്പതിയിലല്ല, പക്ഷെ 2005 തന്നെ ഹോമിയോപ്പതിയുടെ പേജ് എഡിറ്റ് ചെയ്യാതിരിക്കാനും അതിനകത്ത് പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നും ഇല്ലാത്തൊരു മെഡിസിന്റെ ശാഖയാണ് എന്ന് പറഞ്ഞ് അവരപ്പം തന്നെ അതിനകത്തൊരു സിൽവർ ലോക്ക് ഇട്ട് എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു പ്രത്യേകത. അപ്പൊ അത് പൂട്ടി വെച്ചു, അതിന് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഹോമിയോയുടെ ലോക തലസ്ഥാനം ഇന്ത്യ എന്ന് പറയാറുണ്ട്. അത് ഇന്ത്യയിൽ കേരളം എന്നും പറയാറുണ്ട്. കേരളം ഏറ്റവും പ്രബുദ്ധരായ ആൾക്കാരെ നാടുവെന്നും പറയാറുണ്ട്. അപ്പോൾ അതിൽ ഇന്നിട്ട് ഈ ആൾക്കാർ ഈ ഹോമിയോയുടെ പുറകെ പോകുന്നത് ഒരു കാരണം ഈ സിആർ നേരത്തെ സൂചിപ്പിച്ച ഒരു റിലീഫ്. കാരണം ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടറെ അടുത്ത് പോയാൽ 5 മിനിറ്റുള്ളിൽ കാര്യം കഴിയും. മറ്റേടത്താണെങ്കിൽ 1 മണിക്കൂർ സംസാരിച്ചുകൊണ്ടിരിക്കും. അതൊരു റിലീഫായിട്ട് തോന്നും. ജോലിസിൻ്റെ അടുത്ത് തോന്നുന്നവരെയാണ് ഹോമിയോക്കാരുടെ അടുത്ത് തോന്നുന്നത്. അതെ, അല്ല, അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അത് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെ ഐരാണിമുട്ടത്താണ് ഹോമിയോ ഹോസ്പിറ്റൽ ഉള്ളത്. അപ്പോൾ അവരുടെ ഞാൻ പണ്ടൊരു ആവശ്യത്തിന് വേണ്ടി ആക്ച്വലി അവിടുത്തെ ഒരു കേസ് ഷീറ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ മതി. സാധാരണ ഈ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഹോസ്പിറ്റലിലുള്ള കേസ് ഷീറ്റിൻ്റെ ഡീറ്റെയിൽസ് പോലെയല്ല, എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ. ഉദാഹരണത്തിന് നിങ്ങൾ എങ്ങനെയാണ് കിടന്നുറങ്ങിയത്, എപ്പോൾ ഉറങ്ങി, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചോദ്യം ചെയ്യൽ ആണ് അവിടെ രോഗിയുമായിട്ട് നടക്കുന്നത്. അപ്പോൾ ഒന്ന് സംസാരിച്ചിരിക്കാനും കാര്യം, ഒന്നാമത്തെ കാര്യം അവിടെ തിരക്കില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ നമ്മളൊരു ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ, കാഷ്വാലിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉള്ള തിരക്കറിയാലോ. ഇവിടെ വലിയ തിരക്കില്ല. അപ്പോൾ അവിടെ പോവുക, ഇരുന്ന് സംസാരിക്കുക, ഇതിനൊക്കെ പറ്റുന്ന ഒരു ഡോക്ടർ എന്നുള്ളതാണ്. വളരെ സൗമ്യമായിട്ട് കാര്യം അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ് അവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ മതി പല രോഗികൾക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു തനിയെ മാറാവുന്ന ഒരു ജലദോഷത്തിന് അവിടെ പോയിരുന്ന ഡോക്ടറുമായിട്ട് ഒരു 10 മിനിറ്റ് സംസാരിച്ചിരുന്നിട്ട് തിരിച്ച് വരുന്ന കഴിയുമ്പോഴത്തേക്ക് ഒരു ആശ്വാസമൊക്കെ തോന്നുമായിരിക്കാം. മാത്രമല്ല ആൾക്കാർക്ക് ഈ സയൻസിനോട് അങ്ങനെ ഇഷ്ടക്കേടൊന്നുമില്ല. ഏത് കാര്യത്തിലും അത് സയന്റിഫിക് ആയ കാര്യങ്ങൾ ചെയ്യണമെന്ന് വാശി എല്ലാവർക്കും ഉണ്ട്. സയന്റിഫിക് എന്താണെന്നുള്ളത് മാത്രമേ ശരിയാണ്. പക്ഷെ ഈ ആൾക്കാരെല്ലാം കരുതി വെച്ചേക്കുന്നത് ഇതും ഒരു സയൻസാണ്, അതൊരു സയൻസാണ്, ഹോമിയോ ഒരു സയൻസാണ് എന്ന് കരുതിക്കൊണ്ടാണ് ആൾക്കാർ പോകുന്നത്. അല്ലാതെ അവർ സയൻസിനോടുള്ള പ്രതിപത്തി അവർക്ക് അതിനുള്ള വിരോധമൊന്നുമില്ല. അല്ല, എനിക്ക് അതിനകത്ത് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ ഇപ്പൊ ഹോമിയോ ഒരു സയൻസ്, ആയുർവേദം ഒരു സയൻസ്, മോഡേൺ മെഡിസിൻ
അത് വേറൊരു സയൻസ് എന്ന് വിചാരിക്കുന്ന ഒരാൾ, മൂന്ന് സിസ്റ്റമാണ് വിചാരിക്കുന്ന ഒരാൾക്കുള്ള ഒരു കുഴപ്പം ഞാൻ പറഞ്ഞുതരാം. കാര്യം ഇവർ മൂന്നുപേരും ചികിത്സിക്കുന്നത് ഒരേ ശരീരത്തിനെയാണ്. ഇത് 3 സിസ്റ്റം ആയിക്കോട്ടെ, ശരീരം വർക്ക് ചെയ്യുന്ന ഒരൊറ്റ സിസ്റ്റം പ്രകാരമാണ് അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലുകളുടെ എണ്ണമായാലും മസിലുകളുടെ എണ്ണമായിരുന്നാലും രക്തചംക്രമണമായിരുന്നാലും ഇതെല്ലാം എല്ലാ മനുഷ്യർക്കും സെയിം ആണ്. ചെറിയ വേരിയേഷൻസ് ഉണ്ട് നമ്മുടെ ഒരു സ്പീഷീസിനകത്ത് തന്നെയുള്ള എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ രീതിയും സെയിം ആണ്. അപ്പോൾ ഒരാൾ പറയുന്നത് മയാസ്മയാണ് ശരീരത്തിനകത്തുള്ളതെന്ന്, ഇപ്പോൾ ഹോമിയോയുടെ അടിസ്ഥാന സിദ്ധാന്തത്തിനകത്ത് അത് പണ്ട് ആന്റണി ബെയ്ജാമ്പൊക്കെ കൊണ്ടുവന്ന ഒരു തിയറിയാണ്. സോറ സിഫിലിസ് സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ മയാസ്മകളാണ് എന്നാണ് അവർ പറയുന്നത്. അവർ അതിനെയാണ് ചികിത്സിക്കുന്നത്. അത് ശരീരത്തിൽ പരിശോധിച്ചാൽ കാണോ? ഇല്ല. മയാസ്മ എന്ന് പറഞ്ഞൊരു സാധനമല്ല, നമുക്ക് ഒബ്ജക്റ്റീവ്ലി വെരിഫൈ ചെയ്യാൻ പറ്റില്ല. ആയുർവേദത്തിലാണെങ്കിലോ വാദപിത്ത കഫം എന്ന് പറഞ്ഞ മറ്റൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ അത് ശരീരത്തിൽ പരിശോധിച്ചാൽ കാണോ? ഇല്ല. ഈ വാദപിത്തം ആണെങ്കിലും ഈ മയാസ്മയാണെങ്കിലും അതിന് പരിഹാരങ്ങളാണ് ഇവർ കാണുന്നത്. പക്ഷെ എല്ലാം വർക്ക് ചെയ്യുന്ന ഏതാണ്? നമ്മൾ ഈ പഠിച്ച ശരീരശാസ്ത്രം അനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്ന സ്കൂളിലൊക്കെ പഠിക്കുന്നതുമായിട്ട് യോജിച്ച് പോകുന്ന ശരീരശാസ്ത്രമാണ് നമുക്കുള്ളത്. അതിന് ഇവരെങ്ങനെ ഈ പറഞ്ഞ സാധനങ്ങൾ വെച്ച് ചികിത്സിക്കും എന്നുള്ളതാണ്. ഒരിക്കലും അത് തെളിയിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പല പല സിസ്റ്റം എന്ന് പറഞ്ഞാലും മെഡിസിൻ്റെ പല പല സിസ്റ്റം തന്നെ ഇരിക്കട്ടെ, പക്ഷെ ഇവരെല്ലാം ഒരേ സിസ്റ്റം ഉള്ള ശരീരത്തിനെയാണ് ചികിത്സിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതിൽ തന്നെ തെളിയും ഈ സാധനം വർക്ക് ചെയ്യില്ല എന്നുള്ളത്. പക്ഷേ ഈ ഹോമിയോയിൽ ഇപ്പം നിർപ്പിക്കുമ്പോൾ അതൊന്നും കാണത്തില്ല, കാണത്തില്ലെന്ന് പറയാം. പക്ഷേ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നതൊക്കെ നാട്ടുവൈദ്യങ്ങൾ, ഈ പച്ചമരുന്നുകളൊക്കെ അല്ലേ, അതിൽ ഒരുപാട് കണ്ടൻസ് അടങ്ങിയിട്ടില്ല, ഒരുപാട് മൂലങ്ങൾ അതിലല്ലേ. അപ്പോൾ അത് ഒരുപക്ഷെ അത് നമ്മളെ അത് രോഗം മാറ്റാൻ അത് സഹായം ആകട്ടെ. അതാണ് അതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെയുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്ത് കാര്യത്തിന് ആദ്യം രോഗം ചികിത്സിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം എന്താണ്? രോഗനിർണയമാണ്. ഡയഗ്നോസ്റ്റിക്സ് ആണ് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത്. ഇപ്പൊ അവര് തന്നെ പറയുന്ന ഒരു കാര്യം, ഞാൻ ഇടയ്ക്ക് ആയുർവേദത്തിലുള്ള ഒരു ആളുമായിട്ട് ഡിബേറ്റ് നടത്തിയായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് ഞങ്ങളും വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, MRI മെഷീൻ ഉപയോഗിക്കുന്നു, എക്സ്റേസ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ്. ഈ ടെസ്റ്റുകളിലൊന്നും നിങ്ങൾക്ക് വാദമോ പിത്തമോ കഫമോ കാണാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് ആ സിസ്റ്റം വെച്ച് ചികിത്സിക്കുന്ന ഒരാൾ ഇത് നോക്കുന്നത്? നോക്കിയിട്ട് കാര്യമില്ല. കാര്യം അവർ പറയുന്നത് ഞങ്ങൾ ഇതും പഠിക്കുന്നുണ്ടെന്നാണ്. ഇതും പഠിക്കുകയും അതും പഠിക്കുകയും ചെയ്യുന്നത് യോജിക്കാത്ത 2 കാര്യങ്ങൾ പഠിച്ചിട്ട് അവരെങ്ങനെ കൂട്ടി യോജിപ്പിച്ചാണ് ചികിത്സിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ നേരത്തെ ചോദിക്കുന്നത്, അപ്പോൾ ഡയഗ്നോസിസിൽ തന്നെ പ്രശ്നമുണ്ട്. രോഗനിർണയം നടത്താൻ തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് വാദമോ പിത്തോ കൂടുതലോ കുറവോ എന്നൊക്കെ ഉള്ളതാണ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. മാത്രമല്ല ഇനി ചികിത്സ വരുമ്പോൾ അവരെന്തെങ്കിലും ഒരു സാധനം തന്നു, അതിനകത്ത് ഏത് രോഗത്തിനുള്ള എന്ത് മോളിക്യൂളാണുള്ളതെന്നുള്ളതിനെ പറ്റി അറിഞ്ഞൂടാ. ആ ചെടിയുടെ കാര്യം മാത്രമേ അറിയാവുള്ളൂ. ഇപ്പോൾ ചെടി തന്നെ എടുത്തു നോക്കി, നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന പച്ചമുളകിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കും. ഒരു ചെടിയിൽ നിന്ന് എടുക്കുന്ന പച്ചമുളകിന് നല്ല എരിവ് കാണും. ഇപ്പം മുളക് ബജി കടയിൽ നിന്ന് വാങ്ങിച്ച് തിന്നിട്ടുണ്ടെങ്കിൽ അറിയാം, ചില മുളക് ബജിക്ക് ഭയങ്കര എരിവായിരിക്കും, ചിലതിനില്ല. അപ്പോൾ ഈ അസുഖത്തിന് വേണ്ടി കൊടുക്കുന്ന മരുന്നിനകത്തും ഇവർ പറിക്കുന്ന ഓരോ ചെടിയിലും ഓരോ അളവാണ്. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞ സാധനം ഇല്ല. ചിലതിനകത്ത് വളരെ കൂടുതലായിരിക്കും, ചിലതിനകത്ത് വളരെ കുറവായിരിക്കും. ഇതെല്ലാം കൂടെ അരച്ച് കലക്കി കഴിഞ്ഞാൽ കൂടിപ്പോയോ കുറഞ്ഞു പോയോ ഒന്നും അറിഞ്ഞൂടാ. ഇതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. അപ്പം മരുന്നുകൾ റെഗുലേറ്റ് ചെയ്യുന്നത് പറയുമ്പം അത് അവരുടെ ആ ഒരു ആയുർവേദ വിധിപ്രകാരമുള്ള കാര്യങ്ങളെ കൊണ്ടുവന്ന് മാത്രമേ നോക്കുന്നുള്ളൂ, അല്ലാതെ ഇത് എത്രമാത്രം രോഗത്തെ മാറ്റുന്നുള്ളതിന്റെ പഠനങ്ങളൊന്നും അല്ല. അതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആയുർവേദം ഈ ഇന്ത്യയുടെ കൾച്ചറുമായിട്ട് ഇങ്ങനെയൊക്കെ കിടക്കുന്നത് കൊണ്ട് പണ്ട് മുതലേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾക്ക് ഉണ്ടാക്കുന്നതിന് വേറെ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് മാത്രം മതി. നന്നായി വൃത്തിയായി തലയിൽ തൊപ്പിയൊക്കെ ഇട്ട് ഉണ്ടാക്കണം. ഇതാരൊക്കെയും ഇതൊക്കെ ചെയ്യുന്നത് മാത്രം മതി. അതിനകത്ത് കൂടുതൽ പഠനങ്ങൾ വേണ്ട എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. പുതിയതായിട്ടൊരു മരുന്ന് ഉണ്ടാക്കണമെങ്കിൽ വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള മെഷേഴ്സ് വഴി കടന്നു പോവുകയും വേണം. അപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അത് കടന്നു പോയാൽ മാത്രമേ അത് പുതിയ മരുന്നുകൾക്ക് സയന്റിഫിക് മെത്തേഡിലൂടെ അല്ലെങ്കിലും കുറേ കുറച്ചുകൂടെയൊക്കെ റിഗറസ് ആയിട്ടുള്ള ടെസ്റ്റിങ്ങും തെളിവുകൾ കുറച്ചുകൂടെ കാര്യമായി ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ മരുന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് പാടുകയാണ്. പക്ഷേ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ പഴയ മരുന്നുകളാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് കൊടുത്തു, 2000 വർഷമായിട്ട് ആളുകൾ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഈ 2000 വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ മരുന്നുകളിൽ കുഴപ്പമുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ സയൻസിന്റെ ടൂൾ ഉപയോഗിക്കണം. അത് മറ്റ് പലരുടെ അടുത്തും രോഗാവസ്ഥയിൽ എത്തുമ്പോഴാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെയാണ് ഇപ്പം സിറിയക്ക് അബി ഫിലിപ്സിനെ പോലെയുള്ളവരൊക്കെ അവരുടെ അടുത്ത് ഈ മരുന്ന് കഴിച്ചിട്ട് വന്ന് ഡിലി എന്ന് പറഞ്ഞ് ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറി എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെയുണ്ട്. അതിനകത്ത് ഈ മറ്റ് മരുന്നുകൾ കഴിച്ചിട്ട് വരുന്ന ആളുകൾക്ക് കരൾ പോകുമ്പോൾ അവർ ഇതെടുത്ത് പഠിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. കാര്യം ഈ പഠിക്കാനുള്ള മെത്തഡോളജി സയൻസിന്റെ മെത്തഡോളജിയാണ്. രോഗത്തിന്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കുന്ന പഠനങ്ങളൊക്കെ എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ലെങ്കിലും പച്ചമരുന്നുകൾക്ക് കരൾ രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതിനകത്ത് തർക്കമില്ലാത്ത കാര്യമാണ്. കാര്യം ചെടികൾ സേഫ് അല്ല. പ്രകൃതിയിലുള്ള പല ചെടികളിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് അറിയാം. ഇപ്പോൾ ആവണക്കിനകത്തുള്ള ടോക്സിൻ വളരെ വലിയ ടോക്സിനാണ്. ബോട്ടുലിനിയം വളരെ വലിയ ടോക്സിനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വലിയ ടോക്സിൻസ് പ്രകൃതിയിലുണ്ട്.
അപ്പം നാച്ചുറൽ ആയതുകൊണ്ട് അത് സേഫ് ആവണം എന്നുള്ളതിൽ യാതൊരു നിർബന്ധവും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ തന്നെ മാറുന്ന അസുഖമാണെങ്കിൽ ഇതിനൊക്കെ പോയാലും കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ചികിത്സ വേണ്ടതാണെങ്കിൽ അത് ചികിത്സിക്കരുത്. തനിയെ മാറുന്നതാണെന്നുണ്ടെങ്കിൽ ചികിത്സിച്ച് കുളമാക്കരുത്. എങ്കിലും അവർ അതിന്റെ പുറകെ പോയാലും കുഴപ്പമില്ല. പക്ഷെ ചികിത്സ വേണ്ടതാണെങ്കിൽ അത്രയും ഇവിടെ വരുമ്പോൾ പിന്നെ മോഡേൺ മെഡിസിൻ എടുത്ത് വരുമ്പോഴത്തേക്ക് രോഗം കൂടുതൽ ഗുരുതരമാവുകയും. അതെ അതെ. പിന്നെ അല്ല, ചില കാര്യങ്ങൾക്ക് ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. ഇപ്പൊ ഒരു ഹൃദയാഘാതം വന്നു, എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാന്നുള്ളതാണ്. അന്നേരം അങ്ങോട്ട് ആരും ഓടത്തില്ല. ബുദ്ധിയുള്ള ആരും, ബോധമുള്ളവരാരും ഓടത്തില്ല. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്, ഈ പാമ്പ് കടി അത് പെട്ടെന്ന് നമ്മൾ ചികിത്സ വേണ്ട കാര്യമാണല്ലോ. അതെ അതെ. പക്ഷെ ഈ ആയുർവേദത്തിന് പിന്നെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി തന്നെ വിഷവൈദ്യ ചികിത്സ എന്നും പറഞ്ഞ പ്രത്യേക ശാഖ തന്നെ ഉണ്ട്. അതെ അതെ. ഈ പാമ്പ് വൈദ്യന്മാർ ഇപ്പോഴും നാട്ടുപ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ ഇത് വലിയ രീതിയിൽ സക്സസ് ആയി മുന്നോട്ട് പോകുന്നവരാണ് ഈ പാമ്പ് വൈദ്യം, ഈ പാമ്പ് വിഷ ചികിത്സ. അപ്പൊ അതിൽ പത്മശ്രീ വരെ ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്ക്. അതെ അതെ. അപ്പൊ അതിൽ എന്തെങ്കിലുമൊക്കെ അല്ല, അതിനകത്ത് ഈ പത്മശ്രീ കിട്ടിയ ആളുടെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ഗരുഡക്കൊടി എന്ന് പറഞ്ഞ ഒരു ചെടി ഉപയോഗിച്ചിട്ട് നമ്മുടെ ഒരു ചിത്രശലഭമുണ്ട്, സദേൺ ബേർഡ് വിങ് എന്ന് പറഞ്ഞിട്ട്, വലിയ മഞ്ഞ കളറും നല്ല വലിയ ചിറകുകളും ഒക്കെ ഉള്ള ഒരു വലിയ ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ അത് മുട്ടയിടുന്ന ഒരു ചെടിയാണ് ഈ ഗരുഡക്കൊടി എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ടോക്സിക് ആയിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു പാലം വെച്ചെങ്ങാണ്ടോ ഇങ്ങോട്ട് അസുരശക്തിയെ ആവാഹിച്ചെടുക്കുന്നു എന്നൊക്കെ ഉള്ള, അതാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ പറഞ്ഞൊരു കാര്യം. ഈ അന്ധവിശ്വാസങ്ങളെയും കൂടി ഇതിന്റെ കൂട്ടത്തിൽ എതിർത്തേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അസുരശക്തിയെ ഇങ്ങോട്ട് ആവാഹിച്ചെടുക്കുന്ന പരിപാടി, ഒരു വെള്ളത്തിലേക്ക് മാറ്റുന്ന പരിപാടിയാണ് ഈ ലക്ഷ്മിക്കുട്ടി അമ്മ എന്ന് പറയുന്ന ആള് ചെയ്യുന്നത്. പാമ്പുകടിയുടെ കാര്യത്തിനകത്തുള്ള ഒരു ഈ ചികിത്സിക്കുന്നവരുടെ എന്തുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു എന്ന് ഉള്ള ചോദ്യത്തിന് ഏറ്റവും വലിയൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ മിക്ക പാമ്പ് കടിച്ചാലും വിഷം എന്ന് പറയുന്നത് മനുഷ്യനെ കൊല്ലത്തക്ക രീതിയിലാവണം എന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചിലപ്പോൾ ചില പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ അത് ഡ്രൈ ബൈറ്റ് ആയിരിക്കാം, പ്രത്യേകിച്ച് വിഷമൊന്നും കയറിയില്ല എന്ന് തന്നെ വരും. ചില പാമ്പുകളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ബിഗ് 4 എന്നറിയപ്പെടുന്ന കോബ്ര, അതുപോലെ ക്രേറ്റ്, അതുപോലെ റസൽസ് വൈപ്പർ, സോസ്കെയിൽ വൈപ്പർ, ഈ 4 പാമ്പ് ബിഗ് 4 എന്ന് പറയുന്നത് മാത്രം. വിഷമുള്ള വേറെയും പാമ്പുകളുണ്ട്, പക്ഷെ മനുഷ്യനെ കടിച്ചു കഴിഞ്ഞാൽ മരിക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും ടോക്സിക് ആയിട്ടുള്ള വിഷമുള്ളത് ഇതിന് വെനം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതല്ലാതെയുള്ള ഒരുപാട് കടികളിൽ നിന്ന് ആളുകൾ സ്വാഭാവികമായി തന്നെ രക്ഷപ്പെടും. അപ്പോൾ ഒക്കെ വൈദ്യന്റെ കിരീടത്തിൽ ഒരു പൊന്തൂവലായിക്കൊണ്ടിരിക്കും. അപ്പോൾ കുറെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ വളരെ സക്സസ്ഫുൾ ആയി. അവസാനമായിരിക്കും ഒരു പാമ്പ് കടിച്ച്, ശരിക്കും വിഷമുള്ള ഒരു പാമ്പ് കടിച്ചിട്ട് ഒരാൾ വരുന്നത്. അപ്പോൾ അയാളെ ചികിത്സിക്കുമ്പോഴും ചിലപ്പോൾ രക്ഷപ്പെടാം. കാര്യം അവിടെ ഡ്രൈ ബൈറ്റ് ആവാം, തീറ്റക്കടി എന്നൊക്കെ പറഞ്ഞ് പല പല കടികൾ ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് ഇരയെ പിടിക്കുമ്പോൾ അത്ര വിഷം അല്ല, ഇരയാണെന്ന് കരുതി കടിക്കുമ്പോൾ ഉള്ള ഒരു കാര്യം വെച്ചാൽ, ആ ഇരയ്ക്ക് വേണ്ട ഡോസ് ആയിരിക്കും മിക്ക പാമ്പുകളും ഇഞ്ചെക്ട് ചെയ്യുക. കാര്യം ഇത് മെറ്റബോളിക്കലി എക്സ്പെൻസീവ് ആണ്. നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കണം. വിഷം ഓരോ പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കുക. പാമ്പിന്റെ ഭാഗത്ത് നിന്ന് അത് കൂടുതലായതുകൊണ്ട് പരിണാമം ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ മാത്രമല്ല, പാമ്പിനെ ചവച്ച് അരച്ച് തിന്നുന്ന സ്വഭാവമില്ല. അപ്പോൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ദഹിക്കണം. അപ്പോൾ ഇത് കുത്തിവെച്ച് കഴിഞ്ഞാൽ ഇത് മോഡിഫൈഡ് സലൈവയാണ്. നമ്മുടെ വായിക്കകത്തുള്ള അതേ സ്രവം തന്നെയാണ്, പക്ഷെ അതിന് കുറച്ച് പരിണാമപരമായിട്ട് കുറച്ച് വ്യത്യാസം വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഉള്ളിൽ നിന്ന് തന്നെ അത് ദഹിച്ചു തുടങ്ങും എന്നുള്ളതാണ്. ആ ഇരയുടെ ഉള്ളിൽ നിന്ന് അകംപുറമാക്കും ആയിട്ട് ദഹിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പാമ്പിന് അതുള്ളത്. അപ്പോൾ ശരിക്കും അല്ലാത്ത ഈ കടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ രക്ഷപ്പെടും. പക്ഷേ ശരിക്കും ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു പ്രശ്നം, വൈദ്യം പറയും ചിലപ്പോൾ ഇതിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നായിരിക്കും പറയുന്നത്. പക്ഷെ അവിടെ പ്രശ്നം ഒരു പക്ഷേ ഈ വൈദ്യൻ്റെ അടുത്ത് പോയി സമയം കളഞ്ഞ സമയത്ത് നേരെ ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ, ഗോൾഡൻ അവർ എന്നൊക്കെ പറയും, ആ സമയത്ത് തന്നെ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ മനുഷ്യനെ രക്ഷിക്കാൻ പറ്റുന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും പത്രത്തിൽ കാണുന്ന വാർത്തകളിലൊക്കെ നോക്കിയാൽ മതി, സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കാര്യം ആ ഗോൾഡൻ അവർ കഴിഞ്ഞു. ആദ്യം അയാൾ വൈദ്യന്റെ അടുത്ത് പോയി. അതെ, ധാരാളം. അതാണ് ഇതിനകത്തുള്ള അവിടെയും ഈ പറഞ്ഞ 80% ആൾക്കാർ ഈ ചികിത്സ വേണ്ടാത്ത ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് ഇവർ രക്ഷപ്പെട്ടു പോകുന്നത്. ഈ അശാസ്ത്രീയ ചികിത്സകളെല്ലാം നിലനിൽക്കുന്നത് ഒരു 60% രോഗങ്ങൾക്കും ചികിത്സ വേണ്ടാത്ത ഒരു അവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഈ ഇത്തരം ചികിത്സാ രീതികളെല്ലാം ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. തീർച്ചയായിട്ടും. ഈ നമ്മൾ പാമ്പ് പിടുത്തത്തെ പറ്റി പറയുമ്പോഴേ നമ്മൾ എപ്പോഴും മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് വാവാ സുരേഷിനാണ്. പക്ഷെ വാവാ സുരേഷ് വളരെ അശാസ്ത്രീയമായാണ് പാമ്പ് പിടുത്തം നടത്തുന്നതെന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ കാണാറുണ്ട്. അദ്ദേഹം ഈ പാമ്പിനെയൊക്കെ വളച്ച് പിടിച്ച് തിരിച്ചൊക്കെ അസ്ഥിയെ കുടിഞ്ഞു പോയി. പിന്നെ ആ പാമ്പിനെ കാട്ടി വിട്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിന്റെ ജീവിതം വളരെ അല്ല, അത് കാര്യം ഇത് കൊണ്ടുവച്ചിരുന്നു കഴിഞ്ഞാൽ അത് ഡീഹൈഡ്രേറ്റഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. പിടിക്കുന്നത് തന്നെ പുള്ളി വെറും കൈ കൊണ്ടാണ് പിടിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ശീലിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല, പുള്ളിക്ക് ചില ഈ പാമ്പ് കടിക്കുമ്പോൾ പാമ്പിന്റെ വിഷം കയ്യിലൊക്കെ പുള്ളിയെ കടിച്ചിട്ടുണ്ട്. പുള്ളിയുടെ കൈ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വിരലൊക്കെ പാമ്പ് കടിച്ചിട്ട് ഈ പൊതുവെ പാമ്പ് കടിക്കുന്ന സ്ഥലത്ത് സംഭവിക്കുന്നത് എന്താണ്, അവിടുത്തെ കോശങ്ങൾ ചത്തുപോകും, നെക്രോസിസ് അടിക്കും. അപ്പൊ അനങ്ങാതെ മൊബിലിറ്റിക്കൊക്കെ പ്രശ്നമുണ്ട് അദ്ദേഹത്തിന്റെ കൈക്ക്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് പുള്ളി എന്തിനാണ് ആ ഒരു ആവശ്യമില്ലാത്ത അൺനെസസറി റിസ്ക് എടുക്കുന്നതാണ്. ഒരു മനുഷ്യജീവൻ വിലപ്പെട്ടതാണ് പുള്ളിയുടെ ആയാലും.
അപ്പോൾ എനിക്കറിയാം ഇത്ര വർഷമായിട്ട് പിടിച്ചാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും വർഷം പിടിച്ച് പുള്ളിക്ക് ധാരാളം കടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്ഥിരമായി കടി കിട്ടുന്ന ഒരാളാണെന്നുള്ള ആ റിസ്ക് എടുക്കാതിരിക്കുക, ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കൃത്യമായി പാമ്പുകൾക്ക് ഇരുട്ടുള്ള തണുത്ത സ്ഥലമാണ് ഇഷ്ടം എന്നുള്ളത് കൊണ്ട് അതുപോലെ ഒരു പൈപ്പ് വെച്ചിട്ട് പ്രത്യേകം ട്രെയിൻ ചെയ്ത് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആളുകൾ വയ്ക്കുന്നുണ്ട്. ധാരാളം പേര് ശാസ്ത്രീയമായിട്ട് പാമ്പ് പിടിക്കുന്നുണ്ട്. അവർ പിടിക്കട്ടെ. ഈ പാമ്പ് പിടുത്തം മാത്രമല്ല, പല ഉപദേശങ്ങളും തരുന്നുണ്ട്. ഇപ്പൊ മൂർക്കം പാമ്പ് പിടിച്ചാൽ പെട്ടെന്ന് ഉപ്പുവെള്ളം കലക്കി, അതും പിന്നെ ഗ്ലാസ്സിൽ തന്നെ ഉപ്പുവെള്ളം കലക്കി കുടിക്കണം. അതാണ് ഇങ്ങനെയുള്ള ഉപദേശങ്ങളാണ് കൂടുതൽ. കാര്യം ഈ പാമ്പ് പിടിക്കുന്ന ഒരാൾക്ക് പാമ്പിന്റെ എല്ലാ കാര്യങ്ങളും അറിയണം എന്നില്ല. ഇപ്പൊ പാമ്പിന്റെ ബിഹേവിയറിനെ പറ്റി, അല്ലെങ്കിൽ ഈ വാലിൽ പിടിച്ചാലോ അല്ലെങ്കിൽ തലയിൽ പിടിച്ചാലോ കടി കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് അറിയായിരിക്കും. കാര്യം പിടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്. പക്ഷെ പാമ്പ് എന്താണെന്നും അല്ലെങ്കിൽ വിഷത്തിന്റെ ഇതെന്താണ്, എന്ത് തരം പ്രോട്ടീൻ ആണെന്നും, അത് എങ്ങനെയാണ് ശരീരത്തിൽ, ഇപ്പം ന്യൂറോടോക്സിൻ ആണെങ്കിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ശരീരത്തിൽ പോയി കഴിഞ്ഞാൽ എന്തെല്ലാം സിംറ്റംസ് ആണ് ഉണ്ടാകുന്നത്, അത് കടി കിട്ടിയിട്ടുള്ള അനുഭവം പുള്ളിക്കുണ്ട്. അല്ലാതെ അത് എന്താണ്, എവിടെയാണ് പോയി ആക്ട് ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റിയൊന്നും ധാരണയില്ല. അപ്പോൾ ഒരു പക്ഷേ പുള്ളി ധരിച്ചിരിക്കുന്നതായിരിക്കും ഛർദ്ദിച്ച് പോയി കഴിഞ്ഞാൽ. കാര്യം നമ്മൾ സാധാരണ ഉള്ളിൽ എന്തെങ്കിലും വിഷമൊക്കെ പോയി കഴിഞ്ഞാൽ ഛർദ്ദിക്കുക എന്നുള്ളത് ഒരു നാച്ചുറൽ പ്രക്രിയയാണല്ലോ. അപ്പോൾ ഉപ്പുകളൊക്കെ കലക്കി കുടിച്ച് കഴിഞ്ഞാൽ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ വിഷം പുറത്തു പോകും എന്നുള്ളതൊക്കെ ആയിരിക്കാം ധാരണ എന്ന് എനിക്ക് തോന്നുന്നു. എന്ത് ലോജിക്കിന്റെ പുറത്താണ് പുള്ളി പറഞ്ഞതെന്നുള്ളത് എനിക്ക് അറിഞ്ഞിടാം. പക്ഷെ എന്തായാലും ഇതാണ് അതിന്റെ പിന്നിലുള്ള ഒരു കാര്യം. അപ്പൊ ഇതൊന്നുമല്ല, ചെയ്യേണ്ട കാര്യം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ആ സ്ഥലം അനക്കാതെ വെക്കുകയും എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോവുകയും ഡോക്ടർ പറയുകയാണെങ്കിൽ ആന്റിവെനം എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തുള്ള ശാസ്ത്രീയമായ ചികിത്സ. അത് എനിക്ക് തോന്നുന്നില്ല വേറൊരാൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അതായത് അവിടെ ചെല്ലുക, ആന്റിവെനം, ആന്റി സ്നേക്ക് വെനം എന്ന് പറയുന്ന ASV എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുക എന്നുള്ളതാണ് കാര്യം. അത് ആന്റിബോഡീസ് ആണ്. ആന്റിബോഡീസ് തന്നെ നമ്മൾ ശരീരത്തിൽ കുത്തിവെച്ചിട്ട് അല്ലെങ്കിൽ ഡ്രിപ്പായിട്ട് കൊടുത്തിട്ടാണ് രക്ഷിക്കുന്നത്. ബാബ സുരേഷിനെ രക്ഷിച്ചിട്ടുള്ളതും അങ്ങനെയാണ്. പലതവണ കടി കിട്ടി കിടന്നപ്പോഴും മെഡിക്കൽ കോളേജിൽ ഇതുപോലെ ASV കൊടുത്തിട്ട് തന്നെയാണ് രക്ഷപ്പെടുത്തി എടുത്തിട്ടുള്ളത്. ഇവിടെ ഈ പാമ്പുട്ടിയുടെ കാര്യത്തിൽ ഈ ഗോൾഡനവർ പറഞ്ഞല്ലോ, ഗോൾഡനവർ, അതേപോലെ ഗോൾഡനവറുള്ള മറ്റൊന്നാണ് ഈ ഹാർട്ട് അറ്റാക്ക്. പക്ഷേ ഹാർട്ട് അറ്റാക്കിന്റെ കാര്യത്തിൽ എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റലിൽ പോകും. പക്ഷെ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ, എവിടെ ആര് ഹാർട്ട് അറ്റാക്ക് വന്നാലും ഉടനെ ഇത് കോവിഡ് വാക്സിൻ എടുത്തുകൊണ്ടാണ് ഇത് വന്നേ എന്നുള്ള ഒരു പൊതുവായിട്ടുള്ളൊരു റൂമർ എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഈ കോവിഡ് വാക്സിന് ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ? കാരണം ഇത് കോടതിയിൽ വരെ അവർ സമ്മതിച്ചെന്നാണ് പറയുന്നത്. ഇതിൽ ഹാർട്ട് അറ്റാക്കിനുള്ള കാരണം ഉണ്ടോ? അതാണ് അല്ല, ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മരിക്കുന്നത് എല്ലാം വാക്സിന്റെ തലയിൽ വെക്കുന്നതിനകത്ത് എത്ര ശാസ്ത്രീയത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. കാര്യം ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ മരിച്ചു, ആ മരണത്തിന്റെ ആക്ച്വൽ കാരണം അറിയുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ പത്രങ്ങളായാലും ബാക്കിയുള്ളവരായാലും അത് വാക്സിന്റെ തലയിൽ അങ്ങ് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും അണ്ടർലൈൻ കണ്ടീഷൻസ് ഉണ്ടാവാം, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാം, വേറെ പല കാരണങ്ങൾക്കുണ്ടാവാം. പക്ഷേ ഇവരെല്ലാം ഈ പറഞ്ഞതുപോലെ വാക്സിൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. വാക്സിൻ എടുക്കാത്തവർ മരിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി, റെസ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാൾ മരിച്ചില്ലായിരുന്നു. പുള്ളി ഒരു ആൻറ്റി വാക്സർ ആയിരുന്നു, വാക്സിൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇതിൽ ഇന്ന് മനസ്സിലാക്കുന്നത് എന്താണ്, ആളുകൾ മരിക്കും. ആളുകൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും മരിക്കും. അത് ചിലപ്പോ ഈ ഹൃദ്രോഗം പോലെയുള്ള കാര്യങ്ങൾ വരുന്നത് വളരെ സ്ട്രെസ് ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുന്നതുകൊണ്ടാണ്. മത്സ്യബന്ധനത്തിലുള്ള ഒരാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. അതെ അതെ, അല്ല അത് അപ്പോ ജിമ്മിൽ ചെയ്യുമ്പോഴാണ് പ്രശ്നമാണ്. അതായത് ഹാർട്ട് കൂടുതൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് യൂഷ്വലി പ്രശ്നം വരുന്നത്. ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അതിന്റെ കാരണം എന്താണ്? നമ്മളൊരു എക്സസൈസ് കൂടുതൽ ചെയ്യുമ്പോൾ, കൂടുതൽ അത് വർക്ക് ചെയ്യുമ്പോഴാണല്ലോ ആ സാധ്യത നമ്മൾ മനസ്സിലാക്കുന്നതും ഹാർട്ടിന് പ്രശ്നം വരുന്നത്. അപ്പോൾ ജിമ്മിൽ എക്സസൈസ് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ പ്രശ്നം വരാനുള്ള സാധ്യത. എന്തുകൊണ്ട്? അവിടെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, ഹാർട്ടിനെ കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ടാണ്. ഈ കോവിഡിന്റെ വാക്സിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ, കോവിഡ് വാക്സിൻ ഒരു 10 ലക്ഷം പേരൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് അതിൽ 3-4 പേർക്ക് ഒരു സാധ്യത ഉണ്ടെന്ന്. യഥാർത്ഥത്തിൽ കോവിഡ് വന്നാൽ ഒരു 4% മുതൽ 25% വരെയാണ് അതിന് സാധ്യത. കറക്റ്റ്. അതായത് സാധ്യത കുറഞ്ഞു എന്നുള്ളതാണ് സത്യം. സാധ്യത കുറഞ്ഞു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ഈ നമ്പേഴ്സും സ്റ്റാറ്റിസ്റ്റിക്സും നമ്മുടെ ആളുകൾക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നത് ഇപ്പോഴും പോരാ. ഇപ്പോൾ ആയുർദൈർഘ്യത്തിന്റെ ആ ഗ്രാഫ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്തുള്ള ഒരു വ്യത്യാസം, അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാഫൊക്കെ ക്ലാസ്സിൽ തന്നെ പഠിക്കുകയാണ്. പക്ഷെ എന്നാൽ പോലും ആ ഗ്രാഫിനെ, അതിനെ ആ ഡേറ്റയെ നമുക്കൊരു മനസ്സിലാകുന്ന ഒരു മോഡൽ ആക്കി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് പലപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സ് പറയുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ മനസ്സിലാക്കാൻ നമുക്ക് കുറച്ചുകൂടെ വിശകലനം ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു എന്താ പറയുക, ചില ജേണലിലൊക്കെ വരുന്നത് നോക്കി 5% കൂടി അല്ലെങ്കിൽ 10% കൂടി, നേരത്തെ ഒരു അസുഖത്തിന്റെ സാധ്യത 10% അല്ലെങ്കിൽ 5% കൂടി എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ
ഇതൊക്കെ എങ്ങനെയാണ് അവിടെ ആ ഡേറ്റ വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്തുള്ള എല്ലാ ഗ്രാഫുകളും നോക്കി മനസ്സിലാക്കിയാൽ മാത്രമേ അറിയുള്ളൂ. നേരത്തെ നിന്നും ഇപ്പോൾ ഒരു അസുഖം വരാനുള്ള സാധ്യത 1% ഇരിക്കട്ടെ. അപ്പോൾ പറയുകയാണ് 50%, 1,00,000-ൽ ഒരാൾക്കായിരിക്കും ഈ അസുഖം വരുന്നതെന്നിരിക്കട്ടെ. നേരത്തെ ഉള്ളതിനേക്കാളും ഈ വസ്തു കഴിക്കുന്നവർക്ക് 50% ഈ രോഗം വരാനുള്ള സാധ്യത കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം അത്രേ ഉള്ളൂ. അതാണ് സംഭവിക്കുന്നത്. പക്ഷെ 50% വർധനവ് പേപ്പറൊക്കെ ന്യൂസ് കാണുമ്പോഴത്തേക്കും നമ്മൾ കണ്ട് പേടിച്ചു. അതാണ് ഇതിനകത്തുള്ള ഒരു പ്രശ്നം. അപ്പൊ ഈ ഡേറ്റ മനസ്സിലാക്കാനും കൂടി നമ്മൾ പഠിക്കും. മരുന്നുകൾ നിരോധിക്കുമ്പോൾ പത്രത്തിൽ വരുന്ന വാർത്തകൾ ഇതേപോലെയാണ്. ഒരു മരുന്ന് തന്നെ അതിന്റെ ഒരു 50 ബ്രാൻഡ് ആയിരിക്കും നിരോധിക്കുന്നത്. പക്ഷെ 50 മരുന്നുകൾ നിരോധിച്ചെന്നുള്ള രീതിയിലായിരിക്കും വാർത്തകൾ. അതെ അതെ. ഈ മറ്റൊരു മേഖലയിലേക്ക് പോയാലേ നമ്മൾ ഈ ഇപ്പം ആസ്ട്രോണമർ ആണല്ലോ, ഈ ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും ഇത് രണ്ടും വളരെയധികം കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. ഈ ആൾക്കാർ ഇപ്പോഴും ഈ ജ്യോതിഷത്തെയും ഒരു സയൻസ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അതും നമ്മൾ നേരത്തെ പറഞ്ഞ ശാസ്ത്രബോധമില്ലായ്മയുടെ ഒരു പ്രശ്നമാണ്. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകിച്ചും ഹിന്ദുമതത്തിൽപ്പെട്ട ആൾക്കാരുടെ ജീവിതത്തിൽ വളരെ സ്വാധീനിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം, ചെക്ക് പോസ്റ്റുകളെല്ലാം ഒരു പ്രധാനപ്പെട്ട ഒരു സ്കാനറാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജ്യോതിഷത്തിൽ എത്രത്തോളം അതിലൊരു വാസ്തവമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ മനുഷ്യനെ സ്വാധീനിക്കാറുണ്ടോ ഈ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ? അതായത് ഇപ്പൊ രാകേഷ് ചോദിച്ചതിന്റെ അർത്ഥം ജ്യോതിഷത്തിനകത്തുള്ള പ്രവചനങ്ങൾ എത്രത്തോളം ശരിയാവാനുള്ള സാധ്യത അല്ലേ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യനെ പ്രവചിക്കാനുള്ള കഴിവുണ്ട് മനുഷ്യന്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഓടിപ്പോകുന്ന ഒരു മൂവിങ് ടാർഗറ്റിനെ എനിക്ക് ഒരു തോക്ക് കൊണ്ട് വെടിവെക്കണം. അവിടെ ഞാൻ ചെയ്യുന്നത് എന്താണ്? ഞാൻ ആ വസ്തു ഒരു അടുത്ത ഒരു സമയത്ത് അത് അവിടെ എപ്പോൾ എത്തും എന്നുള്ള ഒരു കാര്യം ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാണ് അല്ലേ? ആ പ്രെഡിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്വാഭാവികമായും അത് ഉണ്ടാവണം. എന്നാൽ മാത്രമേ, ഇപ്പോൾ ഒരു ഹണ്ടർ ഗ്യാദറർ സമൂഹത്തിന്റെ കാര്യം എടുക്കൂ. ഒരു ജീവി ഓടിപ്പോകുന്നു, അതിനെ എനിക്കൊരു കല്ലെറിഞ്ഞ് പിടിക്കണം എന്നുണ്ടെങ്കിൽ ഐ ഷുഡ് ബി ഏബിൾ ടു പ്രെഡിക്റ്റ് ഞാൻ അടുത്ത മൊമെന്റിൽ എവിടെ ആയിരിക്കും എന്നുള്ളത് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾ ഇപ്പൊ ഞാൻ രാകേഷിനോട് പറയാണ് സൂക്ഷിച്ച് ഇറങ്ങണം, വീഴാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞെന്നിരിക്കട്ടെ. സൂക്ഷിച്ച് ഇറങ്ങുള്ളൂ ഒന്ന്. പക്ഷേ അത് പറയാനുള്ള കാരണം എന്താണ്? ഒരു പക്ഷേ ഞാൻ കയറി വന്നപ്പോൾ എൻ്റെ ഒബ്സർവേഷനാണ്, എൻ്റെ ഡേറ്റയാണ്. പടിയിൽ ഒരു അൺഈവൻനെസ് ഉണ്ടാവാം, ചിലപ്പോൾ എല്ലാ പടിയും ഒരുപോലെ ആയിരിക്കില്ല, അതിൻ്റെ പിച്ചിലൊരു വ്യത്യാസം ഉണ്ടാവാം അല്ലേ? അവിടെ ഞാൻ വീഴാൻ പോയിരിക്കാം. അപ്പോൾ എൻ്റെ ഒബ്സർവേഷനുകളിൽ നിന്ന് ഞാൻ നടത്തുന്ന ഒരു മുന്നോട്ട് ഉള്ള ഒരു പ്രഡിക്ഷനാണ്. ഇതിന് മുമ്പ് കഴിഞ്ഞു പോയ കുറെ കാലങ്ങളിൽ നിന്ന് മുമ്പോട്ട് വയ്ക്കുന്ന ഒരു പ്രഡിക്ഷനാണ് സാധാരണഗതിയിൽ എന്ത് ഇതേ പല ജ്യോതിഷന്മാരും പറയുന്നത്. നിങ്ങളിപ്പം ഡ്രൈവ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ജ്യോതിഷന്റെ അടുത്ത് പോയാൽ ആ പോകുന്ന വഴിയിൽ ഒരു ഗട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ അറിയാൻ പറ്റും. ഈ ഗട്ടർ പറ്റും അല്ല, ഈ ഗട്ടറിന്റെ കാര്യമാണ് ഞാൻ അതിലോട്ടാണ് വരുന്നത്. പക്ഷേ ഈ പ്രഡിക്ഷനാണ് നമ്മൾ സാധാരണഗതിയിൽ നടത്തുന്നത്. അതായത് ഇതിനു മുമ്പ് നടന്ന കുറെ സംഭവങ്ങളെ വെച്ചിട്ട് നമ്മൾ ഇനി അടുത്ത് വരുന്ന ഒരു കാര്യത്തിന്റെ ഒരു ഇവന്റിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇതിനകത്തുനിന്ന് ഇപ്പോൾ ഫോർകാസ്റ്റിന്റെ കാര്യം എടുത്താലും. ഇപ്പോൾ മേഘാവൃതമായിട്ട് നിൽക്കുകയാണ്, ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്, നമുക്ക് മഴ പെയ്യുന്നുള്ളത് അറിയാം. ഇത് നമ്മുടെ ജീവിത എക്സ്പീരിയൻസുകളെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പണ്ട് കാലത്ത് സമയം അറിയാനും ഇതിനൊക്കെ ഈ ഗോളങ്ങൾ നോക്കണം, അത് റിപ്പറ്റേറ്റീവായിട്ട് ഒരേ സ്ഥലത്ത് വരും, ചാക്രികമാണ്. ഇപ്പം സീസൺസ് ആയാലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള നെൽകൃഷി അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പ്രവചിക്കാൻ കഴിയണം. ഈ സമയത്ത് വിത്തുണക്കി വെച്ചാലേ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അതുകൊണ്ടാണ് അത് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് ആ വിത്ത് കിളിക്കുകയും അത് നമുക്ക് ആഹാരമായിട്ട് ചെല്ലാനും പറ്റിയത്. അന്ന് ജ്യോത്സ്യന് ഒരു റോൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് ഒരു റോൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് കളി മാറി. അതായത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് നമ്മുടെ വിളകൾ, നെൽച്ചെടി അത്യാവശ്യമാണ്. അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഈ ഗോളങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ പോകുന്ന വഴി എങ്ങനെയാണ്, അതിന് സാധ്യതയുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്കും ഈ ഗോളങ്ങൾക്ക് റോളുണ്ട്. ഈ ചിന്താഗതിയാണ് ശരിക്കും ഇതിനെ ഒരു കപട ശാസ്ത്രമാക്കി മാറ്റിയത്. അവിടെ ജ്യോതിശാസ്ത്രം തീർന്നു, അത് ജ്യോത്സ്യത്തിലേക്ക് മാറി. അവിടെ നിങ്ങളുടെ എന്തൊക്കെ കാര്യങ്ങളാണ്, അവിടെ ഈ എവിടുന്ന് തുടങ്ങി എവിടെ നിൽക്കുന്നു എന്നുള്ളത് ആലോചിച്ചാണ്. അതുപോലെ പണ്ട് ഈ നമ്മൾ ഈ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ അതെ ഈ രാഹുവും പാമ്പൊക്കെ വിഴുങ്ങിയെന്നായിരുന്നു. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ വിഴുങ്ങി എന്ന് പറഞ്ഞ് ഒരു കഥ ഉണ്ടാക്കുന്നു. ഈ ജ്യോതിഷന്മാരത് മുൻകൂട്ടി പറയുമായിരുന്നല്ലോ. അല്ല, വലിയ കാര്യമാണ്. അവിടെയാണ് പ്രഡിക്ഷൻ നടക്കുന്നത്. അവിടെ പ്രഡിക്ഷൻ നടക്കുന്നുണ്ട്. ജ്യോത്സ്യൻ പ്രഡിക്റ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? ഇന്ന കാൽക്കുലേഷൻ പ്രകാരം ഈ രണ്ട് നോഡ്, അസെൻഡിങ് നോഡ്, ഡിസെൻഡിങ് നോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ ഗ്രഹണം നടക്കുന്നുള്ളത് പറയാൻ പറ്റണം.
അതാണ് ഒരു ബേസിക് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ചന്ദ്രനെ കുറിച്ച് തന്നെ ഇങ്ങനെ പ്രവചിക്കാൻ പറ്റുന്ന ഒരാൾക്ക്, കാര്യം സൂര്യൻ ദേവനാണ്, ചന്ദ്രൻ ദേവനാണ്, അവരെ കുറിച്ച് പോലും പ്രവചിക്കാൻ കഴിയുന്ന ഒരാൾക്ക് മനുഷ്യന്റെ ഭാവി പറ്റില്ലേ എന്നുള്ള ഒരു ലോജിക്കും ഇല്ലാതെയല്ല. പക്ഷെ അവിടെ നിന്നൊക്കെ ഇപ്പൊ എത്രയോ മാറിപ്പോയി കഴിഞ്ഞു എന്നുള്ളത്. ഇന്നിപ്പോ നമുക്ക് ആർക്കും സൂര്യനെ ചന്ദ്രനെ നോക്കേണ്ട കാര്യമില്ല. സമയം അറിയാനായിട്ട് വാച്ച് നോക്കിയാൽ മതി, ഡേറ്റ് അറിയാനായിട്ട് കലണ്ടർ പോലും വേണ്ട. പണ്ട് കലണ്ടർ കണ്ടുപിടിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞിട്ടിരുന്നത്, അത് മാറി. ഇന്നിപ്പോ ഫോണുണ്ട്. ഇന്നിപ്പോ ഡയറക്ഷൻ അറിയാനായിട്ട് നമുക്ക് GPS ഉണ്ട്. ആകാശത്തുള്ള ഗോളങ്ങളെ നോക്കണ്ട, നമ്മുടെ കയ്യിലുള്ള ഡിവൈസ് GPS സാറ്റലൈറ്റ്സ് 3 നോക്കിയിട്ട് ട്രയാങ്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചോളൂ. ആ കാലത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ സാധനം വളരെ ഒബ്സലീറ്റ് ആണ്. അപ്പോൾ ഈ കാലത്ത് നടക്കുന്ന സമയത്ത് എന്താണ്, ഇതൊരു തട്ടിപ്പിന്റെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഒരാൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് അയാൾ വീണ്ടും ചൂഷണം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ രാകേഷ്, ഞാനൊരു ജോത്സ്യനാണെങ്കിൽ രാകേഷ് എന്റെ വീട്ടിൽ വരികയാണെങ്കിൽ രാകേഷിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. കാര്യം എന്താണ്, ഏറ്റവും കഷ്ടപ്പാടുള്ള സമയത്ത് മാത്രമേ ഒരു ജോത്സ്യനെ കാണാൻ പോവുള്ളൂ, അല്ലാതെ പോകേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, കുറച്ച് പൈസ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ജോത്സ്യനെ കാണാൻ പോകില്ല. അപ്പൊ അതാണ് ബേസിക്കലി അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ ജോത്സ്യൻ എപ്പോഴും മുതലാക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ ഒരു പുതിയ USP ആണ് ISROയിൽ നിന്ന് റിട്ടയർ ആയ ജോത്സ്യൻ. അപ്പോൾ ഒരു USP കൂടെ നമ്മൾ ആലോചിക്കണം. കോളേജിലെ റിട്ടയർഡ് പ്രൊഫസർമാര് അല്ലെങ്കിൽ പഴയ IPS IAS ഉദ്യോഗസ്ഥർ, ഇവരൊക്കെ ജോത്സ്യത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും, അതായത് ഭയങ്കര വിദ്യാഭ്യാസമുള്ള ആളുകളാണല്ലോ ഇവര്, നിങ്ങളെപ്പോലെയൊന്നും അല്ലല്ലോ, ഭയങ്കര വിവരമുള്ള ആളുകളല്ലേ. ഇവര് ചെയ്യുന്ന ജോത്സ്യം എന്ന് പറയുമ്പോൾ ഭയങ്കര സുപ്പീരിയർ ആയിരിക്കും എന്നുള്ള ഒരു കാര്യമാണ് സാധാരണക്കാർ വിചാരിക്കുന്നത്. ശരിക്കും ഒരു ISROയിലെ സയന്റിസ്റ്റിന് ഈ ഗ്രഹങ്ങളെ കുറിച്ചിട്ടോ അതിന്റെ മൂവ്മെന്റിനെ കുറിച്ചോ ഒക്കെ അറിയണമെന്നില്ല. യൂഷ്വലി അവർ ടെക്നീഷ്യൻസ് ആണ്. അവർ റോക്കറ്റിൽ അല്ലെങ്കിൽ റോക്കറ്റുകളെ കൃത്യം സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ടെക്നോളജി അറിയാവുന്ന ആളുകളാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സൂര്യനെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ ആ പ്രോബിനെ അവിടെ എത്തിക്കുന്ന ജോലിയാണ് ISRO ചെയ്യുന്നത്. ആ സൂര്യനെ കുറിച്ച് ആക്ച്വലി പഠിക്കുന്ന ആരാണ്? ഹീലിയോ സയന്റിസ്റ്റ് ആയിരിക്കും. അയാൾ വേറെ ആളാണ്. അയാൾ അതിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ ഉപയോഗിച്ച് പഠിക്കുകയാണ്. ISROയുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ ഉപഗ്രഹങ്ങളെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ്. മനസ്സിലാവും. അപ്പൊ അവിടെ തന്നെയുള്ള ഹീലിയോ സയന്റിസ്റ്റുകൾ അതിനെക്കുറിച്ച് പഠിക്കും, സൂര്യനെ കുറിച്ച് പഠിക്കും, ചന്ദ്രനെ കുറിച്ച് പഠിക്കും, അതാത് കാര്യങ്ങളെ കുറിച്ച് പഠിക്കും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ ജ്യോത്സ്യവും ജ്യോതിശാസ്ത്രവും രണ്ട് ധ്രുവങ്ങളിലാണ് ഇപ്പൊ കിടക്കുന്നത്. ഇപ്പോഴും ജ്യോത്സ്യന് ഈ ആളുകളെ പറ്റിക്കുന്ന ഒരു കപടശാസ്ത്രമായിട്ട് നിൽക്കുന്നു. ജ്യോതിശാസ്ത്രത്തിനകത്തുള്ള അഡ്വാൻസ്മെന്റ് എല്ലാം ഇവര് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നെഹ്റു പറഞ്ഞ പോലെ വിദ്യാഭ്യാസം ഉള്ള അന്ധവിശ്വാസികളാണ് വിദ്യാഭ്യാസം ഇല്ലാത്ത അന്ധവിശ്വാസികൾക്കാരും കൂടുതൽ ദോഷമെന്ന് പറയാറുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ IAS IPS IRS UGC ടീമുകളെ ഇപ്പം നമ്മുടെ അധ്യാപക ഗ്രൂപ്പിലൊക്കെ തന്നെയാണെങ്കിലും ഈ സുവോളജി അധ്യാപകരാണ് ഈ ഭ്രൂണശാസ്ത്രത്തേക്ക് എടുത്ത് കൂടുതൽ അവർ ഖുറാനിലുണ്ടെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് വരുന്നത്. അതേപോലെ ഈ ദശാവതാരം പരിണാമമായിട്ട്, അതായത് ദശാവതാരം എന്ന് പറഞ്ഞാൽ പരിണാമമാണ് ദശാവതാരത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. മനസ്സിലായി. അതിൽ എന്തെങ്കിലും എവിടെയെങ്കിലൊക്കെ ഒരു സാധ്യത, ഒരു സമാനത ഉണ്ടോ? അതിനകത്തൊരു സമാനത ഇല്ല എന്നുള്ളതാണ് കാര്യം. ഈ മാർച്ച് ഓഫ് പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രം ഉണ്ടായിരുന്നു. വളരെ കാലം ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടെക്സ്റ്റ് ബുക്കുകളിൽ പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അൺഫോർച്ചുനേറ്റ്ലി. അപ്പൊ അത് പരിണാമത്തിനെ മനസ്സിലാക്കുന്നതിൽ കൂടുതൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ സാധിച്ചു. അതായത് ഇങ്ങനെ ഒരു ജീവി കുറച്ച് എണീക്കാത്തത്, പിന്നെ എണീറ്റ് അതിനുശേഷം ഏറ്റവും അവസാനം പടി ഊന്നി നടക്കുന്ന, അങ്ങനെയൊക്കെ കാണിച്ചിട്ടുള്ള ഒരു പടമാണ്. അതൊരു ആർട്ടിസ്റ്റിന്റെ അതെ, ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അതിനു വേണ്ടി വരച്ചതാണ്. പരിണാമം അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് കാര്യം. അതായത് ഒരു ലീനിയർ ആയിട്ട് ഒരു നേർരേഖയിൽ സംഭവിക്കുന്ന ഒരു കാര്യമേ അല്ല പരിണാമം. പരിണാമം എന്ന് പറയുന്നത് എന്താണ്? പരിണാമം അത് മനുഷ്യന്റെ സൃഷ്ടിയെ പറ്റി പറയുന്ന ഒരു സംഭവമല്ല. അതാണ് ആദ്യത്തെ. മതങ്ങൾ പറയുന്നത് സൃഷ്ടികളെ കുറിച്ചിട്ടാണ്. ഇവിടെ ഒരു സൃഷ്ടിയുമില്ല. ഇവിടെ സംഭവിക്കുന്നത് എങ്ങനെയാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടായതിനു ശേഷം ഇത്രയും കൂടുതൽ സ്പീഷീസ് ഉണ്ടായി, അല്ലെങ്കിൽ ജൈവ വൈവിധ്യം എങ്ങനെ ഉണ്ടായി, ബയോഡൈവേഴ്സിറ്റി എങ്ങനെ ഉണ്ടായി എന്ന് വിശദീകരിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ മെക്കാനിസം ഉൾപ്പെടെ വിശദീകരിക്കുന്ന ഒരു സിദ്ധാന്തമാണ് പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഒരു ഏകകോശ ജീവിയിൽ നിന്ന് ഇന്ന് കാണുന്ന അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഇതെല്ലാം ഒരേ ഏകകോശ ജീവിയിൽ നിന്ന്, അതായത് ഒരു സ്പീഷീസിൽ നിന്ന് ഉണ്ടായി വന്നതാണെന്നുള്ളത് നമുക്ക് കൃത്യമായ തെളിവുകളുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഇന്ന് ഈ കാണുന്ന ഇത്രയും ജൈവ വൈവിധ്യം ഉണ്ടായെന്നുള്ളത് വിശദീകരിക്കുന്ന ഒരു തിയറിയാണ് പരിണാമം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ചിത്രമായിട്ട് തെറ്റിദ്ധരിക്കുന്നത് വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. അതൊരു ആർട്ടിസ്റ്റിന്റെ ഇന്റർപ്രിട്ടേഷൻ ആയിട്ട് മാത്രം കാണുക. മാത്രമല്ല, പരിണാമം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പല അനോളജീസ് ഉപയോഗിക്കാറുണ്ട്. ഒരു വൃക്ഷത്തിന്റെ അറ്റത്തുള്ള ഇലകളാണ് ഇന്നുള്ള എല്ലാ ജീവികളും, അത് ബ്രാഞ്ച് ചെയ്ത് പോകുന്നത് പോലെ മാറി മാറി പോകുന്നു എന്നൊക്കെ പറയാം. കുറച്ചുകൂടെ നന്നായിട്ട് പറയുകയാണെങ്കിൽ ഒരു റേഡിയേഷൻ ആയിട്ട് മനസ്സിലാക്കുന്നതാണ്. ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജീവികൾക്ക് പലതരത്തിൽ അവരുടെ ഐസൊലേഷൻ അനുസരിച്ചിട്ട് പല ഗ്രൂപ്പുകളായി മാറുകയും
പല പല ഗ്രൂപ്പുകളിൽ ഉള്ള ബ്രീഡിങ് കാരണം വർഷങ്ങൾ കൊണ്ട് അവിടെ ആ ആവാസ വ്യവസ്ഥയ്ക്ക് യോജിച്ച രീതിയിൽ അവരെ അഡാപ്റ്റ് ചെയ്ത് മാറുകയും ചെയ്യുന്നു, എവോൾവ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പരിണാമത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമില്ല. പിന്നെ പലർക്കും ഈ ദശാവതാരത്തിനേക്കാളും ഈ രാമപിത്തിക്കസ് അല്ലെങ്കിൽ ശിവപിത്തിക്കസ് എന്നുള്ള പേരുകളൊക്കെയാണ് ആളുകൾക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ അത് രാമനും ശിവനുമായിട്ട് ആക്ച്വലി യാതൊരു ബന്ധമില്ല. അതിനകത്ത് ഈ ശിവാലിക് പർവ്വതനിരകളിൽ നിന്ന് അവിടെ നിന്ന് കിട്ടിയ ഫോസിലുകളായതുകൊണ്ട് നമുക്ക് എപ്പോഴും കണ്ടെത്തുന്ന സ്ഥലവും അവിടുത്തെ കൾച്ചറും അല്ലെങ്കിൽ എന്താ പറയുക അതുമായിട്ടൊക്കെ ബന്ധം, അവിടുത്തെ മിത്തുമായിട്ടൊക്കെ ബന്ധമുള്ള പേരുകൾ യൂഷ്വലി പേര് ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഈ രാമപിത്തിക്കസും ശിവപിത്തിക്കസും ഒക്കെ. അതൊക്കെ ഒരാൾക്കുരങ്ങനെ ഗ്രൂപ്പിനകത്ത് വരുന്ന നമ്മുടെ പറ്റില്ല. കാര്യം കൂടുതലും സാമ്യമുള്ളത് ഒറാങ്കുട്ടൻസ് അല്ലെങ്കിൽ പോഞ്ചിയൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പുമായിട്ട് സാമ്യമുള്ള ഒരു ജീവിയായിരുന്നു ഈ രാമപിത്തിക്കസ് ആയിരുന്നാലും അല്ലെങ്കിൽ ഈ ശിവപിത്തിക്കസ് ആയിരുന്നാലും. അപ്പം മനുഷ്യന്റെ പൂർവികനാണെന്ന് ഒരു കാലത്ത് തെറ്റിദ്ധരിച്ചിരുന്നു എന്നുള്ളതല്ല. നമുക്കിന്നിപ്പോൾ കൂടുതൽ എവിഡൻസ് ഉണ്ട്, നമുക്ക് ആ കുറച്ചുകൂടെ വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ പൂർവികനല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഉറാങ്കുട്ടാനൊക്കെ പിരിഞ്ഞു പോയതുപോലെ പോഞ്ചിയൻസിന്റെ ആയിട്ടാണ് കുറച്ചുകൂടെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ളത്. രാമപിത്തിക്കസിനെ നമുക്ക് ദശാവതാരത്തിലെ രാമന്റെ അവിടെ ഒന്നും കൊണ്ടിരിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും പറ്റില്ല. രാമപിത്തിക്കസും രാമനുമായിട്ട് യാതൊരു ബന്ധമില്ല. ദശരഥന്റെ മകൻ രാമൻ എന്ന് പറയുന്ന ക്യാരക്ടറുമായിട്ട് ഈ പറഞ്ഞ രാമപിത്തിക്കസിന് യാതൊരു ബന്ധമില്ല. അപ്പൊ ആ ഇത് പല പല എന്താണ് നരസിംഹം, മനുഷ്യരിൽ നിന്ന് ആമ, കൂർമ്മം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയല്ല, ആ മത്സ്യമൊക്കെ വേറെയാണ്. ഇവർ ഇപ്പൊ അന്നത്തെ ഉണ്ടായിരുന്ന ഈ നമ്മൾ ഫിഷ് എന്ന് പറയുന്നതൊക്കെ ഒരു ബേസിക് നോട്ടോക്കോടൊക്കെ ഉള്ള ഇന്ന് കാണുന്ന മീനുമായിട്ട് സങ്കല്പിക്കുന്നതേ തെറ്റാണ്. അങ്ങനെയല്ല. അതിന്റെ ഫോസിലുകളൊക്കെ നമുക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അതിന്റെ തെളിവുകൾ കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, ഇന്ന് കാണുന്ന മീനുമായിട്ട് യാതൊരു ബന്ധമുള്ള ഒരു ജീവി അല്ല ആ മീൻ എന്നുള്ളതാണ്. ഏതൊരു മാത്രമേ ഈ മത്സ്യം, കൂർമ്മം, വരാഹത്തിന്റെ ആ കാലഘട്ടത്തിൽ ഇതിന്റെ കഥകളിലും മനുഷ്യനുണ്ടെന്നുള്ളതാണ്. അതെ അതാണ്. അതാണ്. അപ്പോൾ ഒരേ സമയത്ത് മനുഷ്യനായിട്ട് ഇരിപ്പുണ്ട്. മനുഷ്യൻ അന്ന് ഇല്ല എന്നുള്ളതാണ് പരിണാമത്തിന്റെ പുറകോട്ട് പോകുമ്പോൾ മനുഷ്യൻ ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല. കുറച്ചുകൂടെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഈ ആൾക്കുരങ്ങ് എന്ന് പറയുന്ന ഒരു പൊതു ഗ്രൂപ്പിലെത്തും. ആൾക്കുരങ്ങ് പുറകോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഓൾഡ് വേൾഡ് മങ്കീസ് അല്ലെങ്കിൽ കാറ്ററീനി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിലെത്തും. വീണ്ടും പുറകോട്ട് പോയി കഴിഞ്ഞാൽ സസ്തനികൾ, മാമൽസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലെടുക്കും. വീണ്ടും പുറകോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഏകകോശ ജീവി വരെ പോവാം. ആ സമയത്തൊന്നും മനുഷ്യനില്ല. ലോജിക്ക് അതെ. അല്ല, അതായത് അതാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ ഈ ലോജിക്കിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഇന്ദ്രനും ഐരാവതത്തിന്റെയും കഥ വളരെ ഫേമസ് ആണ്. അപ്പോൾ ഈ ദുർവാസാവ് വന്നിട്ട് ഒരു പൂമാല ഇന്ദ്രന് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ദ്രൻ കുറച്ചു നേരം പിടിച്ചോണ്ടിരുന്ന കൈ അഴിച്ചപ്പോഴത്തേക്കും അത് ഐരാവതത്തിന്റെ കൊമ്പിൽ തൂക്കിയിട്ട് കൊടുത്തു. അപ്പോൾ അതിനകത്ത് കഥയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടുകൾ വന്നപ്പോൾ ആനയ്ക്ക് ശല്യമായി. അപ്പോൾ ആന അത് പറിച്ച് താഴെയിട്ട് ചവിട്ടി. അപ്പോൾ ദുർവാസാവ് ഇന്ദ്രനെ ശപിക്കുകയാണ്. ഇന്ദ്രനെ മാത്രമല്ല ദേവഗണങ്ങൾക്കെല്ലാം ഇവരെയൊക്കെ മോർട്ടലാക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ അമരത്വം നഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ അവർക്ക് ജരാനരകളൊക്കെ ബാധിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷനായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ പാലാഴി കടയുക എന്ന് പറയുന്നത്. പാലാഴി കടഞ്ഞപ്പോൾ പല പല സാധനങ്ങൾ വന്നു. ആദ്യം ആ പാമ്പ് ഛർദ്ദിച്ചു, വിഷം തുപ്പി എന്നൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം വന്ന ഒരു ആളാണ് ഈ ഐരാവതം. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യം വരും. അതായത് ഐരാവതത്തിന്റെ പൂ ചവിട്ടിയത് കാരണമാണ് ഈ പാലാഴി കടയാനായിട്ട് തീരുമാനിക്കുന്നത്. അതിൽ നിന്ന് വന്ന സാധനമാണ് ഐരാവതം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊരു കണക്ഷൻ ഇല്ല, ഒരു ലോജിക്കലായിട്ടുള്ള ഒരു സംഭവം പോലും ഇല്ല എന്നുള്ളത് ലൂപ്പാണ്. അതെ, ഒരു മൊത്തത്തിൽ ഒരു ചുരുളിയാണ്. ഇതൊക്കെ എഴുതി വിട്ട ആൾക്കാരും ചുരുളി അടിച്ചുകൊണ്ട് എഴുതിയായിരിക്കും പല പുരാണങ്ങൾ നമുക്ക് തോന്നുന്നത്. അതെ. അതുപോലെ പണ്ട് പോലെ നമുക്ക് ഈ പരിണാമം പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന മിത്താണ് ഈ കുരങ്ങാണ് മനുഷ്യനായത്. എപ്പോഴും കുട്ടികൾക്കൊക്കെ തെളിയിച്ചിരിക്കുന്നത് മനുഷ്യന്റെ പൂർവ്വികർ കുരങ്ങാണ്, കുരങ്ങ് പരിണമിച്ചാണ് മനുഷ്യൻ ഉണ്ടായെന്ന് പറയുന്നതിൽ അതിൽ പലപ്പോഴും വിരുദ്ധ അഭിപ്രായങ്ങളും കേട്ടിട്ടുണ്ട്. സിയാറിന്റെ അഭിപ്രായം എന്താണ്? അല്ല, ഇതിനകത്ത് ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കുരങ്ങ് എന്ന് പറഞ്ഞ, അതായത് പരിണാമത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ കുരങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്നത് എന്താണ്? നാടൻ കുരങ്ങ്, ബോണറ്റ് മെക്കാക്ക് എന്ന് പറയുന്നത് നമ്മൾ അമ്പലത്തിന്റെ സൈഡിലൊക്കെ കാണുന്ന ആ കുരങ്ങുകളെയാണ്. ആ കുരങ്ങ് പരിണമിച്ചല്ല മനുഷ്യനുണ്ടായത്. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഇപ്പോൾ ടാക്സോണമിക്കൽ ക്ലാസിഫിക്കേഷൻ പ്രകാരം ആൾക്കുരങ്ങ് എന്ന് പറയുന്ന ഏപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ്. ഏപ്പിൽ നിന്ന് മനുഷ്യൻ ഉണ്ടായിരുന്നല്ല, മനുഷ്യൻ ഏപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ തന്നെയാണ്. അപ്പോൾ ആ ഗ്രൂപ്പിനകത്ത് പ്രധാനമായിട്ടുള്ളത് മനുഷ്യനുണ്ട്, ചിമ്പൻസി ഉണ്ട്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ നമ്മൾ ഹോമോ സേപ്പിയൻസ് ആണല്ലോ. അപ്പോൾ ഹോമോ ഗ്രൂപ്പിനകത്ത് മനുഷ്യനുണ്ട്, അതുപോലെ ചിമ്പൻസി ഉണ്ട്, ഗൊറില്ലാസ് ഉണ്ട്, ഉറാങ്കുട്ടാൻസ് ഉണ്ട്, അതുപോലെ ഈ പല പല ഏപ്പുകൾ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു വലിയൊരു കുടുംബമുണ്ട്. അത് തന്നെ ഗ്രേറ്റ് ഏപ്സ്, ലെസർ ഏപ്സ് എന്ന് പറഞ്ഞുണ്ട്. അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാറ്ററീനി എന്ന് പറഞ്ഞ ഓൾഡ് വേൾഡ് മങ്കീസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിനകത്താണ്. അപ്പോൾ ഇതിനകത്താണ് വരുന്നത്. അപ്പോൾ മനുഷ്യൻ ആക്ച്വലി കുരങ്ങ് തന്നെയാണ് എന്നുള്ളതാണ്. അതായത് മങ്കി എന്ന് പറയുന്ന ഓൾഡ് വേൾഡ് മങ്കി എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് തന്നെയാണ് ടാക്സോണമിക്കൽ ക്ലാസിഫിക്കേഷൻ അത് പെടുത്തിയിരിക്കുന്നത്. ഹോമോ സാപ്പിയൻസ് എന്നുള്ള പ്രയോഗം
ഇപ്പൊ ഇല്ല. അത് കാര്യം ഹോമോ എന്ന് പറഞ്ഞ ജീനസിനകത്ത് ഇന്ന് നമുക്ക് സാപ്പിയൻസ് എന്ന് പറഞ്ഞ നമ്മൾ ലോകത്ത് നിന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും മാത്രമേ ഉള്ളൂ. സാപ്പിയൻസ് സേപ്പിയൻസ് എന്ന് എടുത്ത് പറയേണ്ട ആവശ്യം തന്നെ ഇല്ല എന്നുള്ളതാണ്. നേരത്തെ ഹോമോ നിയാൻഡർതാൽസ് ഉണ്ടായിരുന്നു. ഈ ഹോമോ സേപ്പിയൻസിൽ തന്നെ നമ്മളൊരു സബ് സ്പീഷീസ് ഉണ്ടെന്ന് കരുതിയിരുന്ന സമയത്ത് ഇട്ട പേരാണ് ഈ ഹോമോ സേപ്പിയൻസ് സേപ്പിയൻസ് എന്ന്. ഇപ്പൊ അതിന് പറയേണ്ട കാര്യമില്ല, ഹോമോ സേപ്പിയൻസ് എന്ന് പറഞ്ഞാൽ മാത്രം മതി. നമ്മളെല്ലാവരും പൊതുപൂർവികനെ പിന്തുടരുന്നേ പറയാൻ പറ്റും. അത്രേ ഒരു പൊതുപൂർവികനുണ്ട്. ഈ കുരങ്ങിൽ നിന്ന് മനുഷ്യൻ വന്നു എന്ന് പറയുന്നതിനേക്കാളും മനുഷ്യൻ എന്ന് പറയുന്നത് കുരങ്ങാണ് എന്നുള്ളതാണ് സത്യം കൂടുതൽ ശരി. പിന്നെ അതേപോലെ ഈ പരിണാമമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഒരു ക്ലീശ ചോദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നത് കേട്ടോ, ഒരുപാട് കേട്ട് മടുത്തായിരിക്കും. അതെ, കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? അത് 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 ശരിക്കും എനിക്ക് തോന്നുന്നു അതൊരു വിശ്വാസി ചോദിച്ചു തുടങ്ങിയ ചോദ്യമായിരിക്കാം, അല്ലെങ്കിൽ ഈ പരിണാമത്തെക്കുറിച്ച് മനസ്സിലാക്കാത്ത ഒരാൾ ചോദിക്കുന്ന ചോദ്യമാണ് ഈ കോഴിയാണോ മുട്ടയാണോ ഉണ്ടായത്. കോഴി ഉണ്ടാവുന്നതിന് മുമ്പേ മുട്ട എന്ന് പറയുന്ന സംഗതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് കോഴി എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്ന ഒരു സാധനമല്ല കോഴി എന്ന് പറഞ്ഞാൽ. അതായത് പരിണാമം മനസ്സിലാക്കുന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗ്രേഡിയൻ്റ് ആയിട്ടാണ്. അതായത് നമ്മുടെ മഴവില്ലിൻ്റെ നിറം പോലെ, മഴവില്ലിന് 7 നിറം എന്നുള്ള രീതിയിലല്ല ആലോചിക്കേണ്ടത്. നമ്മൾ ഇപ്പോൾ പടങ്ങളിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്പെക്ട്രം എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വയലറ്റ് മുതൽ വളരെ ഗ്രാജുവലായിട്ട് നിറം മാറി 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 വന്ന് ചോപ്പാവുന്നത് വരെ. അപ്പോൾ അത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷൻ. അപ്പോൾ കോഴി ഒരു ദിവസം ആയതല്ല. ഇതിൻ്റെ ഏത് സമയത്ത് ഏത് ഭാഗത്തു നിന്ന് എടുത്താലും നിങ്ങൾക്ക് ഒരു നിറയെ കാണാൻ പറ്റുള്ളൂ ഒരു സ്പെക്ട്രത്തിനകത്തെ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കോഴി ഇങ്ങനെ കോഴിയുടെ മുമ്പുള്ള ജീവികളുടെ എല്ലാ പടം അടക്കി വെച്ച് കഴിഞ്ഞാൽ എവിടുന്ന് നമ്മളൊരു കെട്ടെടുത്ത് നോക്കിയിരുന്നാലും അതിനെ നമുക്ക് ഒരു ജീവിയായിട്ട് തോന്നും. കുറച്ച് കാലം മാത്രമുള്ള ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നോക്കിയെന്ന് വെച്ചോളൂ, നമുക്കൊരു ജീവിയായിട്ട് തോന്നും. പക്ഷെ ഒരുപാട് കാലത്തിന് ശേഷമാണത് ക്രമേണ നമുക്ക് ആ ഒരു വ്യത്യാസം വളരെ കൂടുതലാവുന്നത്. അപ്പോൾ ഒരു 10 മില്യൺ വർഷങ്ങൾക്ക് ശേഷവും അതിനു മുമ്പുള്ള ഒരു ജീവിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ യാതൊരു സാമ്യവും കാണണമെന്നില്ല, വ്യത്യാസം ഉണ്ടാവും. അപ്പോഴാണ് നമ്മൾ കൊടുക്കുന്ന സൗകര്യത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു പേരാണ് ഈ സ്പീഷീസ് അല്ലെങ്കിൽ കോഴി എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന പേരാണ്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള കാട്ടുകോഴിയും നാട്ടുകോഴിയും തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട് അല്ലേ? അത് തമ്മിൽ കാണാനായിട്ട് നല്ല വ്യത്യാസം നമുക്കത് കാണാൻ പറ്റും. അപ്പം എന്തുകൊണ്ട് സംഭവിക്കുന്നു? അതിൽ നിന്ന് എത്രയോ മുമ്പ് മാറിപ്പോയ ഒരു സാധനമാണ് ഈ ഡൊമസ്റ്റിക് ആയിട്ടുള്ള നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കോഴി എന്നുള്ളത്. അതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. സ്പീഷീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ്. ഇതിനൊക്കെ എത്രയോ വർഷം മുമ്പ് തന്നെ മുട്ട എന്ന് പറയുന്ന സംഗതി ഉണ്ടെന്നുള്ളതാണ്. അതായത് കോഴി എന്ന് പറയുന്നത് പലർക്കും മനസ്സിലായിരുന്നു, മനുഷ്യൻ കുരങ്ങാണെന്ന് പറഞ്ഞതുപോലെ കോഴി എന്ന് പറയുന്നത് ഒരു ഡൈനസോറാണ്, ഏവിയൻ ഡൈനസോറാണ് കോഴി. അപ്പൊ ഏവിയൻ ഡൈനസോർ ഈ കോഴിയുടെ രൂപത്തിലാവുന്നതിന് മുമ്പ് തന്നെ ഇട്ടു തുടങ്ങിയ ഒരു സംഗതിയാണ് ഈ മുട്ട എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് അതിന്റെ ഒരു വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്നത്. അപ്പൊ മുട്ടയാണ് കോഴിയേക്കാൾ മുമ്പേ ഉണ്ടായതെന്നുള്ളത് പറയാം. ഇനി കോഴിയാണോ കോഴിമുട്ടയാണോ എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോഴിമുട്ടയെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. കോഴി ഇട്ട മുട്ടയാണ് കോഴിമുട്ടയെങ്കിൽ കോഴിയാണ് മുട്ടയിട്ടത്. മനസ്സിലായില്ലേ? അതാണ് അതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്. അതോ ഒരു കോഴി അല്ലാത്ത ജീവി ഇട്ട ഒരു മുട്ടയാണോ കോഴിമുട്ട? അതിൽ നിന്ന് നമ്മൾ ഈ കോഴിയാണോ മുട്ടയാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന മുട്ട കോഴിയുടെ മുട്ട തന്നെ ആയിരിക്കുമല്ലോ. ആണെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം അതാണ്. അപ്പൊ കോഴിമുട്ടയെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അതാണ് അതിൻ്റെ അകത്തുള്ള ഒരു പ്രോബ്ലം. ഒരു കോഴി ഇടുന്ന മുട്ടയെ കോഴിമുട്ട എന്നാണോ വിളിക്കുന്നത് എന്നുള്ളതാണ് അവിടെ ചോദ്യം. അങ്ങനെയാണ് നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കോഴിയാണ്. കോഴിയിട്ട മുട്ടയല്ലേ കോഴിമുട്ട. ബൈ ഡെഫിനിഷൻ അത് തന്നെയുണ്ട്. അപ്പോൾ പരിണാമത്തെ മൊത്തത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ഒരു കാര്യം. അല്ലാതെ ഈ കോഴി മുട്ട അല്ലെങ്കിൽ മാങ്ങേണ്ടി മാങ്ങ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള മാങ്ങേണ്ടി മാവും ഇതേപോലെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ പരിണമിക്കാത്ത എന്തെങ്കിലും ജീവികളുണ്ടോ? അടുത്ത ഏതൊരു മത്സ്യത്തിന്റെ കണ്ട് ഫോസിലും കണ്ട് പഴയ പരിണാമമൊന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നു. അതൊരു തെറ്റിദ്ധാരണയാണ്. പലരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലിവിങ് ഫോസിൽ എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. അത് മാത്രമല്ല അതൊരു മത്സ്യമല്ല, സീലോകാന്തം എന്നാണ് പറയുന്നതിന്. സീലോകാന്തം എന്ന് പറയുന്ന ഒരു കൂട്ടം, അതിനകത്ത് തന്നെ പല സ്പീഷീസ് ഉണ്ട്. ആ മത്സ്യങ്ങൾക്ക് വലിയ ചേഞ്ചുകൾ ബാഹ്യമായി വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം. അത് പണ്ട് കിട്ടിയ ഫോസിലുമായിട്ട് നമുക്കിപ്പോഴുള്ള മീനുകളെ നോക്കിക്കഴിഞ്ഞാലും വലിയ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. വലിയ വ്യത്യാസം ഇല്ല എന്നുള്ളതാണ്, മാറിയിട്ടേ ഇല്ല എന്നുള്ളതല്ല. അപ്പോൾ ഈ പുറത്തുള്ള ബാഹ്യമായി കാണുന്ന സാധനങ്ങളല്ലാതെ തന്നെ പരിണാമം വേറെ പല രീതിയിൽ നടക്കാം. ഇനി ഒരു ജീവി പരിണമിച്ചേ പറ്റുള്ളൂ, അതായത് ശാരീരികമായി ഷേപ്പിൽ വ്യത്യാസം വന്നേ പറ്റുള്ളൂ എന്നുള്ളതിന് യാതൊരു നിർബന്ധമില്ല. അത് ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയിൽ ആ ഷേപ്പ് വളരെ എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ മാറാൻ. ഇപ്പോൾ മുതലകൾ വളരെ വർഷങ്ങളായിട്ട് വലിയ ഷേപ്പിൽ വ്യത്യാസം ഇല്ലാതെ പോകുന്ന ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. മനസ്സിലായില്ല? അപ്പോൾ വീണ്ടും എവല്യൂഷൻ അതിനകത്ത് പണിയേണ്ട അല്ലെങ്കിൽ പണിപ്പെടേണ്ട കാര്യമില്ല. ആ ജീവിക്ക് ആ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാനുള്ള എല്ലാ കപ്പാസിറ്റിയും ഉണ്ടെങ്കിൽ പിന്നെ അത് കിടന്ന് ഷേപ്പ് മാറ്റണമെന്ന് നമ്മളെന്തിനാണ് നിർബന്ധം പിടിക്കുന്നത്? അപ്പോൾ പരിണമിക്കാത്ത ജീവിയല്ല, പരിണാമം സംഭവിക്കുന്നുണ്ട്.
വളരെ വ്യക്തമായി നമുക്കൊരു ബാഹ്യ രൂപത്തിൽ വ്യത്യാസം കാണുന്നില്ല എന്ന് മാത്രമേ നമ്മൾ മനുഷ്യനിപ്പം പരിണമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും നമ്മളും നമ്മുടെ പുതിയ കണ്ടീഷൻസിനനുസരിച്ചിട്ട് നമ്മൾ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ അടുത്തിടെ ഒരു ചാനലിലെ അൺമാസ്കിംഗ് എത്തിസം എന്ന് പറഞ്ഞ ചാനൽ, അപ്പൊ അതില് അൺമാസ്കിംഗ് അനോമലീസ് ആയിട്ടുണ്ട് ഇതിപ്പോ ആ ചാനലിന്റെ യഥാർത്ഥ പേരെന്തുവാ? അൺമാസ്കിംഗ് എത്തിസം എന്നായിരുന്നു, പിന്നീട് അൺമാസ്കിംഗ് അനോമലീസ്. അപ്പൊ ആ ചാനലിൽ ഞാൻ ശ്രദ്ധിച്ചത് ഒരു സിആറിനെ പറ്റി കുറെ വീഡിയോസ് വന്നിട്ടുണ്ട്. സിആറിനെ പറ്റി ഒന്നും ഒരു റിയാക്ഷൻ വീഡിയോ ഇടുന്നതും കണ്ടില്ല. പ്രധാനമായിട്ടും അതിൽ ഈ ആഴക്കടലിലെ നമ്മുടെ ആരിഫിന്റെ സംവാദത്തിലൊരു വിഷയം, ആഴക്കടലിലെ വെളിച്ചം, അതില് ആരിഫ് പറഞ്ഞാലും സിആർ പറഞ്ഞാലും ഒക്കെ തെറ്റുണ്ടെന്ന്. അല്ല അതിനകത്ത് ഇത് മാത്രമല്ല അവർ ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ, ഒന്ന് റംസാൻ നോമ്പിന്റെ വീഡിയോ പറ്റി ചെയ്തതായിട്ട് പറഞ്ഞിട്ട് ആളുകൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഈ ആഴക്കടലിലെ ഇതിനെ പറ്റിയിട്ട് ഒരെണ്ണം അയച്ചു തന്നിട്ടുണ്ട്. ഈ ആഴക്കടലിലെ സംവാദത്തിനൊക്കെ ശേഷം ആക്ച്വലി കഴിഞ്ഞ ലിറ്റ്മസുമായിട്ട് ബന്ധപ്പെട്ട് മഞ്ചേരിയിൽ ഒരാൾ വന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഞാൻ പറഞ്ഞ മറുപടിയാണ് അവർ എടുത്തിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വീഡിയോ ആയിട്ട് അവർ ചെയ്തിരിക്കുന്നത്, ഒരു മറുപടി വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രെയ്ഗ് വെണ്ടറിന്റെ പരീക്ഷണത്തെ കുറിച്ചിട്ടും അവരൊരു വലിയ വിശകലനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ റംസാൻ നോമ്പിന്റെ കാര്യത്തിനകത്ത് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പേപ്പർ വായിക്കാൻ അറിയില്ല, സയന്റിഫിക് ജേർണൽസ് ഒന്നും വായിക്കാൻ അറിയില്ല, ഞാനൊരു മെറ്റാ അനാലിസിസ് ഞാൻ റംസാനെ പറ്റി ചെയ്ത വീഡിയോയ്ക്കകത്ത് കൊടുത്തിരുന്നു. അപ്പോൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ, ഇതിനകത്തുള്ളൊരു തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കമ്പയർ ചെയ്യുന്നത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങും ഇന്റർമിറ്റന്റ് റമദാൻ ഫാസ്റ്റിങ്ങും തമ്മിലാണ്. അപ്പോൾ 2 പേര് കൊടുത്താലേ കമ്പയർ ചെയ്യാൻ പറ്റൂ. ഇത് രണ്ടും കൂടെ നോക്കി കമ്പയർ ചെയ്യുമ്പോൾ മറ്റേ ഫാസ്റ്റിംഗ് ആണ് ബെറ്റർ. ഇതിനകത്ത് റംസാൻ ഫാസ്റ്റിംഗ് സ്പെഷ്യൽ ആവണമെങ്കിൽ ഈ റമദാൻ എന്ന് പറഞ്ഞ മാസത്തിൽ എന്തെങ്കിലും പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റമദാൻ മാസം അല്ലാതെ എല്ലാ മാസവും ഇത് ശാസ്ത്രീയമാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാ മാസവും ഇത് ഉപവാസം ഇതുപോലെ എടുക്കുകയാണ് വേണ്ടത്. പക്ഷെ അതല്ല ഇവർ ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, മറ്റേതൊക്കെ വെറും തമാശയാണ്. ആഴക്കടലിന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെപ്പോഴും ചെയ്യുന്നൊരു കാര്യം അറിയാം. ഇപ്പോൾ ബയോലൂമിനസെൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ ഏറ്റവും ചെറിയ ജീവി എടുക്കും, അല്ലെങ്കിൽ ആളുകൾക്ക് അറിയാവുന്ന മിന്നാമിനിങ്ങിനെ എടുത്തുകൊണ്ട് വരും. എന്നിട്ട് പറയും ഇതാണ് ബയോലൂമിനസെൻസ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ പറ്റിയാണ് ഭയങ്കര വെളിച്ചമാണ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ബയോലൂമിനസെന്റ് ആയിട്ടുള്ള 2 മീറ്ററുള്ള വലിയ ജീവികളും ഉണ്ട്. ഇനി അതിനകത്തൊരു എക്സ്പേർട്ട് ആയിട്ട് ഒരു ആഴക്കടൽ വിദഗ്ധനെ, പുള്ളി ഈസ് എ പ്രോപ്പർ സയന്റിസ്റ്റ് എന്ന് തോന്നുന്നു, അതുകൊണ്ട് പുള്ളിക്ക് അങ്ങനെ ഒരുപാട് ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ. പുള്ളി വന്നിട്ട് ചെറിയ പിക്കിങ് അതുപോലെയുള്ള കുറേ ലോജിക്കൽ ഫാലസി ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം പറഞ്ഞ എന്താണ്, ഇത് ഡേറ്റയാണ് ഞാൻ പറയുന്നത്, ഞാൻ ചുമ്മാ ഡേറ്റ ഇല്ലാതെ പറയല്ല, അവിടെ വെളിച്ചം ഉണ്ട് പക്ഷെ വെളിച്ചം കുറവാണ് എന്നുള്ളതായി. അതായത് വെളിച്ചം ഇല്ല എന്നുള്ള സ്ഥലത്ത് നിന്ന് വെളിച്ചം കുറവ് എന്നുള്ള സ്ഥാനത്തേക്ക് പുള്ളിയുടെ ഇത് മാറ്റിയിട്ടുണ്ട്. പിന്നെ വേറൊരു പീഡിയാട്രീഷ്യനെ എങ്ങാണ്ട് വിളിച്ചിട്ട് ക്രെയ്ഗ് വെണ്ടറിന്റെ എക്സ്പെരിമെന്റിനെ പറ്റി വലിയൊരു വീഡിയോ ഞാൻ പറഞ്ഞത്, അതായത് ഞാൻ ആനക്കാര്യമല്ല എന്ന് പറഞ്ഞു, അതായത് പുതുതായിട്ട് സിന്തറ്റിക് ആയിട്ട് ലൈഫ് ഉണ്ടാക്കുന്ന വലിയ ആനക്കാര്യം ഉണ്ടാക്കുന്നതായിട്ട് അല്ല എന്ന് പറഞ്ഞു. അത് ചന്ദ്രശേഖർ മാത്രമേ പറയുള്ളൂ, എനിക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് 3 അബദ്ധങ്ങൾ എങ്ങാണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പുള്ളി പറയുന്നതിനകത്ത് ഒരുപാട് അബദ്ധമുണ്ട്. നമ്മൾ പിന്നെയും തിരിച്ച് അങ്ങോട്ട് അത് പറയേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് DNA കൊല്ലുന്ന ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ചു, അങ്ങനെയാണ് ക്രെയ്ഗ് വെണ്ടർ എക്സ്പെരിമെന്റ് നടത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ട് വിശകലനം ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്നെ ഫോളോ ചെയ്യുന്നവർ കുറച്ച് ശാസ്ത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകളായതുകൊണ്ട് തന്നെ അവർക്കത് വിശദീകരിച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് റിയാക്ട് ചെയ്യണം തോന്നുന്ന വീഡിയോകളാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്, അല്ലാതെ അവർ ചെയ്തു അതുകൊണ്ട് തിരിച്ച് ചെയ്യണം എന്നുള്ള അങ്ങനത്തെ ഒരു സംഭവം എനിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അതിന് മറുപടി വീഡിയോ ചെയ്തത്. അതൊക്കെ 1 മിനിറ്റിൻ്റെ ഇടയിൽ സംസാരിക്കേണ്ട. ഇനി അബദ്ധം പറ്റിക്കൂടാതൊന്നുമില്ല, മനുഷ്യനല്ലേ. ഞാൻ അവിടെ ഇരുന്ന് ഫോണിലോ ഗൂഗിളിലോ റെഫർ ചെയ്തിട്ടോ ഒന്നും അല്ല പറയുന്നത്. ഞാൻ ആളുകളെ മുഖാമുഖം ബസ് സ്റ്റാൻഡിൽ ഇരുന്നാണ് സംസാരിക്കുന്നത്. ഇവരെ പോലെ ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ ഒളിച്ചിരുന്നല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ആളുകളുടെ മധ്യത്തിൽ ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ വായിൽ നിന്ന് ഞാൻ മനുഷ്യനില്ലേ, എനിക്ക് എറർ വരാം. ഞാൻ തെറ്റ് പറ്റാതിരിക്കാനായിട്ട് ദൈവമൊന്നുമല്ലല്ലോ. അപ്പം അതുകൊണ്ട് ദാറ്റ് ഈസ് ഓക്കെ. മനുഷ്യന് എറർ പറ്റും എന്നുള്ള തിരിച്ചറിവും ബോധമുള്ള ഒരാളായതുകൊണ്ട് എനിക്കതൊരു പ്രശ്നമേ അല്ല. അവർ പറഞ്ഞുകൊണ്ട് പോയിക്കോട്ടെ, എന്നെ അറിയാവുന്നവർക്കറിയാലോ. സയന്റിഫിക് ടെമ്പർ ജീവിതത്തെ പെടുത്തിയുള്ള ഒരുപാട് ഗുണങ്ങൾ ഇപ്പം സിആറോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. ഇപ്പം പ്രത്യേകിച്ച് ജീവരക്ഷ, അതേപോലെ ആരോഗ്യം, ചികിത്സ, അങ്ങനെയുള്ള മേഖലകൾ, അതേപോലെ നമുക്ക് കുറേ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ശരിയായ ധാരണകൾ, ജീവിതത്തിൽ നല്ലൊരു ദിശാബോധമൊക്കെ കിട്ടും. അപ്പോൾ ഇതുവരെ ഈ നമ്മൾ നിത്യജീവിതത്തിലെ മറ്റൊന്നാണ് നമ്മൾ ദിവസം കഴിക്കുന്ന ഭക്ഷണം. ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ ഉള്ളതായിട്ട് നമുക്ക് കാണാറാം. പ്രത്യേകിച്ചും ഈ ഇന്നത്തെ കോഴിയുടെ മുട്ടയുടെ കാര്യം പറഞ്ഞ പോലെ ഈ മുട്ടയുടെ കാര്യത്തിൽ തന്നെ ഈ നാടൻ മുട്ടയാണ് ഏറ്റവും നല്ലത്, വെള്ളമുട്ട ദോഷമാണ്, ഇങ്ങനെയൊക്കെ പറയും. നാടൻ മുട്ട മാത്രമേ മേടിക്കൂ. വെള്ളമുട്ട ഇവിടെ 4.5 രൂപയ്ക്കും 5 രൂപയ്ക്കും കിട്ടുമ്പോൾ ആൾക്കാർ 7 രൂപയ്ക്കും 8 രൂപയ്ക്കും നാടൻ മുട്ടയെ വാങ്ങും. ഇതിലൊക്കെ വല്ല കാര്യമുണ്ടോ? ഇതിലൊക്കെ പ്രകടമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഈ വ്യത്യാസങ്ങൾ? അല്ല, ഇത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ആളുകളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ചിലർക്ക് ഒരു ചുവന്ന മുട്ട കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെയുള്ളവരാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ വാങ്ങിച്ച് കഴിയുമ്പോൾ അതിനകത്തൊരു ന്യായീകരണം പറയണമല്ലോ. അപ്പോൾ പറയും ഇത് നാടൻ മുട്ടയാണ് എന്ന് പറയും.
ശരിക്കും ഈ കടയിൽ കിട്ടുന്ന ഈ ചുവന്ന മുട്ടകളെല്ലാം അത് ന്യായീകരണമായിട്ട് അല്ല, അവരത് നാടനായ മുട്ടയ്ക്ക് കൂടുതൽ ഗുണമുണ്ട് എന്നുള്ള അങ്ങനെ വാങ്ങുന്നവരും ഉണ്ട് ഭൂരിപക്ഷം. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. അതായത് നാടൻ മുട്ട നല്ലതാണ് എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നത്. ഈ നാടൻ മുട്ട എന്ന് പറയുന്നത് നാടൻ മുട്ടയാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതായത് ഈ ചുവന്ന മുട്ടയെല്ലാം എങ്ങനെ നാടനായി, വെളുത്ത മുട്ടയെല്ലാം എങ്ങനെ വിദേശിയായി എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ വൈറ്റ് ലഗോൺ പോലെയുള്ള കോഴികൾ ഇടുന്ന മുട്ട വെളുത്തിരിക്കും, മറ്റേത് ചുവന്ന. യൂഷ്വലി അതിന്റെ ചെവിയുടെ നിറമാണ് പറയുന്നത്. ചെവിയുടെ നിറമായിട്ട് എല്ലാ കേസിലും അങ്ങനെ ശരിയാണെന്നില്ല, ഒരു യൂഷ്വലി പറയുന്നത്. ഇപ്പോൾ ചുവന്ന നിറമുള്ള കോഴികളുണ്ടല്ലോ, അതിടുന്ന മുട്ട കുറച്ചുകൂടെ റെഡിഷ് കളർ ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ അതിന്റെ പിഗ്മെന്റേഷൻ, ആ യോക്കിന്റെ പിഗ്മെന്റേഷനിലും വ്യത്യാസമുണ്ട്. കുറച്ചുകൂടെ ഓറഞ്ച്, ബ്രൈറ്റ് ഓറഞ്ച് പോലെയുള്ള കളറാണ് എൻ്റെ യോക്കിനകത്ത് വരുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ, പ്രോട്ടീനും ബാക്കിയുള്ളതൊക്കെ കമ്പയർ ചെയ്ത് പഠിച്ചിട്ടുണ്ട്, ഒരു വ്യത്യാസമില്ല. ചിലപ്പോ ചുവന്ന മുട്ടയ്ക്ക് മറ്റേതിനേക്കാൾ കുറച്ചുകൂടെ സൈസ് ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ഗ്രാം ടു ഗ്രാം ആണ് പറയണത്, അങ്ങനെ അത് നോക്കുമ്പോഴത്തേക്കും കൂടുതൽ വെള്ള മുട്ട തന്നെയല്ലേ? അല്ല, ചിലത് അത് ഈ ചുവന്ന മുട്ടയിൽ സൈസ് കുറഞ്ഞു വരുന്നത് ചിലതൊക്കെ മറ്റേ ഈ പുള്ളറ്റ് എക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. കോഴി ആദ്യം ഇട്ട് തുടങ്ങുമ്പോൾ മുട്ടയുടെ സൈസ് ചെറുതായിരിക്കും, പിന്നെ വലുതാവും. സാധാരണഗതിയിൽ വെള്ളമുട്ടയേക്കാൾ സൈസുള്ള ചുവന്ന മുട്ടയാണ് കൂടുതലും കാണാറ്, ചിലപ്പോൾ കാണാറുണ്ട്. പിന്നെ വെള്ളമുട്ട തേയില മുക്കി കൊണ്ടുവയ്ക്കുന്ന മുട്ടകളും ഉണ്ട്, പറ്റിപ്പുണ്ട്. ഇനി അല്ലാതെ ചുവപ്പ് മുട്ടയാണെങ്കിൽ തന്നെ അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വെയിറ്റ് അനുസരിച്ചിട്ട് രണ്ടിനും ഓൾമോസ്റ്റ് സെയിം ആണ്. കോഴിക്ക് കൊടുക്കുന്ന ഭക്ഷണം ഫീഡിനനുസരിച്ചിട്ടും കളർ മാറും. അതെ, ഈ കോഴിയുടെ കാര്യം പറയുമ്പോഴാണ് ഈ വെള്ള കോഴിക്ക് ദൂരമുണ്ട്. ഈ പൗൾട്രി ഫാമിൽ നിന്ന് കിട്ടുന്ന കോഴി ഹോർമോൺ കുത്തിവെച്ചതാണ്. അല്ല, അവിടെയാണ് നമ്മുടെ ലോജിക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത്. വെള്ള കോഴി അല്ലെങ്കിൽ ബ്രോയിലർ കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആണെന്ന് പറയുന്നവരോട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രോയിലർ കോഴി എന്തിനാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്? വളരെ നന്നായി സോഫ്റ്റ് ആയിട്ടുള്ള കോഴിയെ കഴിക്കണം, അപ്പോൾ പ്രായം കുറയണം, എന്നാൽ സൈസ് കൂടുതൽ വേണം. അപ്പോൾ അതിന് വലുതാവുക എന്നുള്ള ജനിതക ഗുണമുള്ള കോഴിയെ നോക്കി നമ്മൾ തപ്പിയെടുത്തു, അതിനെ ബ്രീഡ് ചെയ്തു, ബ്രോയിലർ കോഴി ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇനി ഹോർമോൺ ഒരിക്കലും ഒരു കർഷകൻ കുത്തിവെക്കില്ല, അതാണ് അതിൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലോജിക്ക്. കാര്യം പണ്ട് വെളിച്ചെണ്ണയുടെ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, വെളിച്ചെണ്ണയിൽ പാരഫിൻ ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പരാതി, മായമായിട്ട്. ഈ വെളിച്ചെണ്ണയിൽ പാരഫിൻ ആഡ് ചെയ്യില്ല. കാര്യം ഏതൊരു മായം ചേർക്കുന്ന ആളുടെ ഉദ്ദേശം എന്താണ്? ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിനേക്കാളും വില കുറഞ്ഞ ഒരു സാധനം മാത്രമേ ഞാൻ മായമായിട്ട് ആഡ് ചെയ്യുള്ളൂ. പാരഫിന് ലിറ്ററിന് വെളിച്ചെണ്ണയേക്കാൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏതാണ്ട് വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയപ്പോൾ ഏതാണ്ട് പാരഫിന്റെ വില ആയിട്ടുണ്ട്. അല്ലാതെ പണ്ട് കാലത്ത് ആരും പാരഫിൻ ഒരിക്കലും വെളിച്ചെണ്ണയിൽ ആഡ് ചെയ്യാൻ യാതൊരു സാധ്യതയില്ല, വില കൂടുതലാണ്. അത് എന്ന് പറഞ്ഞതുപോലെ ഹോർമോണിന്റെ കർഷകൻ ലാഭം ഉണ്ടാക്കാനാണ് അഡൾട്രേഷൻ ചെയ്യുന്നെങ്കിൽ ചെയ്യുന്നത്. അപ്പൊ ഈ ആപ്പാടെ 100 120 രൂപയ്ക്ക് വിൽക്കാൻ പോകുന്ന കോഴിയിൽ 500-600 രൂപയുടെ ഹോർമോൺ വാങ്ങിച്ച് കുത്തിവെക്കുന്ന പറയുന്നതിനകത്ത് ഹോർമോണിന് വളരെ വില കൂടുതലാണ്. പലരും തെറ്റിദ്ധരിക്കുന്നതിന്റെ കാര്യം ഈ വെള്ളത്തിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന ആന്റിബയോട്ടിക്സ് പോലെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ രോഗവിമുക്തമായ കോഴികളെ കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു ബ്രോയിലർ കോഴി വാങ്ങിച്ച് കഴിക്കുന്നതാണ് നല്ലത്. കാര്യം അതിന് വേറെ പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഓവറോൾ ഈ വെറ്റിനറി പ്രത്യേകിച്ച് ബ്രോയിലർ കോഴികളിലോ അല്ലെങ്കിൽ കോഴികളിൽ ആസ് സച്ച് ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്സിന്റെ ഒക്കെ അളവ് കുറയ്ക്കണം എന്നുള്ള കാര്യം, റെസിസ്റ്റൻസ് വരുന്നത് കൊണ്ട് കുറയ്ക്കണം എന്നുള്ള ഒരു അഭിപ്രായക്കാരൻ തന്നെയാണ്. അല്ലാതെ ആ ആന്റിബയോട്ടിക് കഴിച്ച് നമുക്ക് പ്രശ്നം വരുന്നുള്ളതല്ല. ഈ ഹോർമോണൊക്കെ കുത്തിവെച്ച് അതുകൊണ്ട് മാത്രമുണ്ട് ഈ ഹോർമോൺ കുത്തിവെച്ച കോഴി നല്ലോണം എക്സസൈസ് ഒക്കെ ചെയ്യണ്ടേ, നല്ല എൻ്റെ ഒരു പുഷ്ടിയൊക്കെ വരും. അല്ല, ഈ ഹോർമോൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മനുഷ്യന് ഉപയോഗിക്കുന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ജിമ്മിൽ പോയി ബൾക്ക് ചെയ്യാനായിട്ട് മസിലിൽ കുത്തുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സെയിം സാധനം ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ആക്ടിവിറ്റി ചെയ്ത് ആ മസിലിനെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. അതെ അതെ, ജിമ്മിൽ അതിനുള്ള സമയമൊന്നുമില്ല. വളരെ കുറച്ച് ദിവസങ്ങൾക്കകം നമ്മൾ അതിനെ ചിക്കൻ ആക്കുമല്ലോ. അതെ, അതാണ് അതിന്റെ ഒരു കാര്യം. നമ്മൾ ഒരു ഹോട്ടലിൽ പോയാൽ ഇത് പ്രശ്നമുണ്ട്. ഹോട്ടലിൽ പോയാൽ ഇവിടെ അജിനോമോട്ടോ ഉപയോഗിക്കുന്നില്ല എന്നെല്ലാം ഹോട്ടലിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെ അതെ, ഈ അജിനോമോട്ടോ ഇതുപോലെ പ്രശ്നക്കാരൻ തന്നെയാണോ ഈ, അതോ കീമോഫോബിയയുടെ ഒരു ഭാഗം തന്നെയാണോ? അത് കീമോഫോബിയയുടെ ഭാഗമാണ്. ആക്ച്വലി അതൊരു അന്ധവിശ്വാസമാണ്. അമേരിക്കയിലുള്ള ഒരാൾ ഹോട്ടലിൽ പോവുകയും ചൈനീസ് സോൾട്ട് എന്ന് പറയുന്ന, അതായത് അജിനോമോട്ടോ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്, അത് ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണം കഴിച്ചപ്പോൾ അയാൾക്ക് തലവേദന വന്നു. അയാളുടെ വ്യക്തി അനുഭവം അയാൾ ഒരു പുസ്തകത്തിനകത്തോട്ട് പറഞ്ഞു, ഇത് ചൈനീസ് റെസ്റ്റോറൻറ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ അജിനോമോട്ടോ ഉപയോഗിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ചൈനീസ് സോൾട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് തലവേദന വന്നതെന്ന് പറഞ്ഞ് അയാൾ വരുത്തി. അത് നാട്ടുകാരെല്ലാം ഏറ്റെടുത്തു. തമാശ അതല്ല, സർക്കാർ ഏജൻസി ആയിട്ടുള്ള FSSAI പോലും ഇതുപോലെയുള്ള കാര്യങ്ങൾ എടുത്ത് പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദോഷമാണെന്ന്. ശരിക്കും MSG എന്ന് പറയുന്ന മോണോസോഡിയം ഗ്ലൂട്ടമേറ്റിന് ഈ പറയുന്ന ദോഷങ്ങളൊന്നും ഇല്ല എന്നുള്ള വളരെയധികം പഠനങ്ങളുണ്ട്. ഞാൻ വീട്ടിലേക്ക് ആവശ്യത്തിൻ്റെ ടേസ്റ്റിനായിട്ട് ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് MSG, അജിനോമോട്ടോ എന്നുള്ള ബ്രാൻഡിന് ഉപയോഗിക്കണമെന്നില്ല, MSG ഉപയോഗിക്കാറുണ്ട്. അജിനോമോട്ടോയെക്കാളും നല്ല അടിപൊളി MSG വേറെയും നമുക്ക് കിട്ടുന്ന MSG ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിക്കുക, ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതിനെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്. ജപ്പാനിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒന്നാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുണ്ട്. അതെ, പിന്നെ ഈ നമ്മളിപ്പോൾ യൂട്യൂബ് തുറന്നാൽ തന്നെ ഇപ്പോൾ ഒരുപാട് ഈ ഹെൽത്ത് ടിപ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഡോക്ടേഴ്സിന്റെ വീട്ടിൽ തന്നെ ആയാലും അമ്മയൊക്കെ കാണുന്ന എപ്പോഴും ഈ
രാജേഷ് കുമാർ, മനോജ് ജോൺസൺ, പേരെടുത്ത് പറഞ്ഞ ഒരുപാടുണ്ട്. ഒരുപാട് ഡോക്ടർമാരുടെ ഒരുപാട് ഈ ചികിത്സ പിന്നെ ടിപ്സുകൾ ഇതൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നല്ല റീച്ചും ഉണ്ട്. അപ്പോൾ അവർ ചെയ്യുന്നത് ഒരു ശാസ്ത്ര പ്രചരണം തന്നെയല്ലേ, അവരും ചെയ്യുന്നത് നല്ല കാര്യങ്ങൾ ഇല്ലേ. ചിലപ്പോഴൊക്കെ സിആർ അത്തരം കാര്യങ്ങളെയൊക്കെ വിമർശിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അല്ല, അതിനകത്ത് ഉള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ആദ്യം ഇവരുടെ ഇത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ, അവർ പറയുന്ന കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ശാസ്ത്രീയമാണെന്ന് തോന്നിക്കുന്ന ജാർഗൻസ് അവർ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ആളുകൾ ഇത് കേൾക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് മെറ്റബോളിസം, ആൻറ്റി ഓക്സിഡൻസ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ വൈറ്റമിൻസിൻ്റെ പേര്, അല്ലെങ്കിൽ ആൽക്കലോയിഡ്സ് എന്നൊക്കെ ഉള്ള ടെക്നിക്കലായിട്ടുള്ള വാക്കുകളൊക്കെ കുറേ ഉപയോഗിച്ചിട്ട് ഇവർ പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സംഭവം എടുക്കുന്നു. ശരിക്കും ആളുകൾ ഇവർ കേൾക്കുന്നവരെല്ലാം തന്നെ ഒന്ന് മെനക്കെട്ട് നോക്കാമെങ്കിൽ തന്നെ അറിയാം ഇതൊക്കെ എന്താണ് ഇവർ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, ഒരു കൺസിസ്റ്റൻസി വേണം പറയുന്നതിനകത്ത്. ഇവർ ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അവർ പണ്ട് പറഞ്ഞത് മറന്നു പോകുന്ന ഒരു സംഭവമുണ്ട്, വിരുദ്ധമായിട്ട് പറയും. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഉറക്കം വരുന്നതിന് മുമ്പ് ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങൾ എന്ന് പറഞ്ഞ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കരുതെന്നായിരിക്കും. അടുത്തത് ഉറക്കം വരുന്നതിന് മുമ്പ് ചെയ്യേണ്ട 10 കാര്യങ്ങൾ എന്നുള്ള വീഡിയോ ചിലപ്പോൾ 2-3 വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾ ഇത് വളരെ ഫോളോ ചെയ്യുന്നുണ്ട് കൃത്യമായി. അപ്പോഴാണ് മനസ്സിലാവുന്നത് അതിന് മുമ്പ് ഉറങ്ങുന്നതിന് മുമ്പ് വെള്ളം കുടിച്ചിട്ട് കിടക്കുന്നത് വളരെ നല്ലതാണ് എന്നായിരിക്കും അടുത്ത വീഡിയോയിൽ പറയുന്നത്. ഇത് പല സ്ഥലത്തുനിന്നും ചുമ്മാ റാൻഡമായിട്ട് എന്തെങ്കിലും എടുത്തിട്ട് ഫാക്റ്റ് ഒന്നും ചെക്ക് ചെയ്യാതെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇവർ പഠിച്ചതാണെന്നും സയന്റിഫിക് ആയിട്ടുള്ള ജാർഗൻസ് ഉപയോഗിക്കുന്നതൊക്കെ തോന്നും, പക്ഷേ ഇതിനൊന്നും ഒരു കൺസിസ്റ്റൻസി കാണില്ല എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഉള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം വളരെ വലിയൊരു എന്താ പറയുക, ഈ ഫാൻസി വാക്കുകൾ, ലൈഫ് സ്റ്റൈൽ കോച്ച്, ഒരു ഡോക്ടർ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അവരുടെ ആക്ച്വൽ വെബ്സൈറ്റിൽ പോയി നോക്കുമ്പോൾ മാത്രമായിരിക്കും അവരെന്താണ് പഠിച്ചതെന്നും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഗതികളാണ് കൂടുതലും വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ ശരിയായ ചികിത്സ കിട്ടണമെങ്കിൽ എപ്പോഴും ശരിയായ സ്ഥലത്ത് പോവുക എന്ന് പറഞ്ഞ പോലെ ശരിയായ അഡ്വൈസ് സയൻസ് പറയുന്ന, അല്ലെങ്കിൽ അതിനുള്ള റെഫറൻസുകൾ അല്ലെങ്കിൽ പേപ്പറുകൾ കൊടുക്കുക. ഇവരിപ്പോൾ ഈ 10 കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ നിന്നൊക്കെയാണ് റെഫറൻസ് എടുത്തിട്ടുണ്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെയുള്ള സോഴ്സുകളെ കുറച്ചുകൂടെ ട്രസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഡോക്ടർ ടാഗ് ഇല്ലാത്ത മറ്റ് മേഖലകളിലൊക്കെ ഉള്ള യൂട്യൂബേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടിപ്സുകൾ പറയും. ഇപ്പോൾ ഈ ശിലാ സന്തോഷ് എന്നുള്ള ആൾ ഈ പച്ചവെള്ളം കുടിക്കണം, ചൂടുവെള്ളം കുടിക്കായിരുന്നു, പച്ചവെള്ളം പതിവായിട്ട് കുടിച്ചാൽ നമുക്ക് 20 ദിനം അസുഖങ്ങൾ മാറും. അതേപോലെ ഒരുപാട് ഈ അശാസ്ത്രീയമായ ഒരുപാട് ഈ പച്ച വൈദ്യതിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. പിന്നെ അതേപോലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫുഡ് ബ്ലോഗറാണ് ഫിറോസ് ചുട്ടിപ്പാറ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത് സിറിയയിൽ നിന്ന് എന്തോ വിത്തോ ഇലയെ കണ്ട് ഇറക്കിയിട്ട് വിൽക്കുന്നു. അത് നമ്മൾ പൊതുവായിട്ട് കഴിച്ചാൽ നമുക്ക് ക്യാൻസറും കൊളസ്ട്രോളും ഒന്നും വരത്തില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാടെണ്ണം കാണാം. ഈ അത്തരത്തിലുള്ള ഈ ഔഷധ സസ്യങ്ങൾ, മൊത്തത്തിൽ പൊതുവെ പറഞ്ഞാൽ ഔഷധ സസ്യങ്ങളെ പറ്റിയാണ് ഈ പറയുന്നത്. ഈ ഔഷധ സസ്യങ്ങൾ എന്നൊരു കോൺസെപ്റ്റിനെ സയൻസ് എങ്ങനെ കാണുന്നു? അല്ല, ഇതിനകത്ത് പലതും പറയേണ്ടതുണ്ട്. അതായത് ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നാലും അല്ലെങ്കിൽ ഇതര വൈദ്യം പ്രാക്ടീസ് ചെയ്യുന്നവരായിരുന്നാലും എങ്ങനെയാണ് യൂട്യൂബിൽ ക്ലിക്കായെന്നുള്ളത് ആലോചിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പണ്ട് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ മോഡേൺ മെഡിക്കൽ ഡോക്ടേഴ്സ് വന്ന് വ്ളോഗ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹെൽത്ത് ടിപ്സ് കൊടുക്കുകയോ ചെയ്യുന്നതൊക്കെ വളരെ വളരെ കുറവായിരുന്നു. വളരെ ചുരുക്കം 1-2 പേരുണ്ട്. അത് തന്നെ വളരെ മൈൽഡായിട്ട് വേറെ ഒന്നിനെ അശാസ്ത്രീയത തൊടാതെ അശാസ്ത്രീയമായിട്ടുള്ള ആൾ പറയുന്നതിനെ വിലക്കുകയൊന്നും ചെയ്യില്ല. പക്ഷെ അവർ ഹെൽത്ത് അഡ്വൈസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. മറ്റേത് അങ്ങനെയല്ല. ഇതിനെല്ലാം മറ്റേ ഭീതി വ്യാപാരമാണ് ആദ്യം നടത്തുന്നത്. വാക്സിൻ കൊള്ളൂല, മറ്റേത് കൊള്ളൂല, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, ഇങ്ങനെയുള്ള അഡ്വൈസ് കൊടുക്കുന്ന മോഡേൺ മെഡിക്കൽ ഡോക്ടേഴ്സിനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പലരും ഇപ്പോൾ ഞാൻ അറിയുന്ന ഒരു 2-3 ഡോക്ടർമാർ വളരെ കാര്യമായിട്ടും സീരിയസ് ആയിട്ടും ഇവരെയൊക്കെ വിമർശിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതൊരു നല്ല പ്രോഗ്രസിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഈ ഡോക്ടർമാർ, ഈ ഇതര വൈദ്യക്കാരായിട്ടുള്ള ഡോക്ടർമാർ കയറിയതിൻ്റെ കൂട്ടത്തിൽ കയറിപ്പെട്ട കുറേ ആളുകളാണ് എല്ലാവരും ഈ ഹെൽത്ത് ടിപ്സ് കൊടുക്കാൻ തുടങ്ങി എന്നുള്ളത്. വീട്ടിൽ തന്നെ ചൊറി മാറ്റുന്നത് എങ്ങനെ, അതാണ് കാണാൻ. അങ്ങനെ ഒരു ടൈറ്റിലാണ് ആളുകൾ കാണാൻ, അല്ലാതെ മരുന്നിട്ട് എങ്ങനെ ചൊറി മാറ്റണം എന്നുള്ളതല്ല. അപ്പോൾ വീട്ടമ്മമാരുടെ വീട്ടിലെ ടിപ്സ്, ഈ ഇല വച്ച് കഴിച്ചു കഴിഞ്ഞാൽ വയറിളക്കം, കൃമിയടി, മുടി വളരുക, ഇതുപോലെയുള്ളതിൻ്റെ കൂട്ടത്തിൽ ഫേമസ് ആയിട്ടുള്ള ഫുഡ് വ്ളോഗേഴ്സും ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമൊക്കെ ഈ ഫിറോസ് ചുട്ടിപ്പാരയുടെ കാര്യമൊക്കെ ആണെങ്കിൽ പുള്ളി അവിടെ സിറിയയിൽ നിന്ന് കൊണ്ടുവന്ന് വിത്തിട്ട് അവിടെ സാലഡിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് കഴിച്ചെന്ന് പറഞ്ഞാൽ ക്യാൻസർ മാറ്റെന്ന് പറയുന്നതിലാണ് നമുക്ക് വിരോധമുള്ളത്. അല്ലാതെ അവിടെ ഉപയോഗിക്കുന്ന സാലഡാണ് ഇവിടെയും കഴിച്ചോട്ടെ, അത് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ ശിലാ സന്തോഷിന്റെ കാര്യം പറയുകയാണെങ്കിലും നാട്ടിൽ കാണുന്ന സകല പുല്ലും ചെടിയും എല്ലാം പുള്ളിക്ക് ഔഷധമാണ്. ഇത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നതാണ്, പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, ഇതൊക്കെയാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം വെച്ചാൽ ഔഷധ ചെടി എന്ന് പറഞ്ഞൊരു ചെടിയില്ല. ഒരു ചെടിയും ഇതും ഞാൻ മരുന്ന് ചെടിയാണെന്നുള്ള ലേബൽ വെച്ചുകൊണ്ട് വരില്ല. പലയിടത്തും കാണുന്നൊരു കാര്യമാണ്, പലതിനെയും ബ്രാൻഡ് ചെയ്യുന്നത് ഇത് ഔഷധ ചെടിയാണ്, അത് ഔഷധ ചെടിയാണ്. ഔഷധം ഉണ്ടാക്കാനായിട്ട് അതിനകത്തുള്ള ഏതെങ്കിലും ഒരു മോളിക്യൂൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവും. അതിന് ഔഷധ ചെടി എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞില്ല. പക്ഷേ എന്തായാലും ചെടി മൊത്തത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല.
ചെടിയിൽ നിന്ന് ഒരു 100 കണക്കിന് മോളിക്യൂളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒരു മോളിക്യൂളിനെ കണ്ടെത്തി അതാണ് മരുന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. അതിനകത്തുള്ള ബാക്കിയുള്ളത് ചിലപ്പോൾ വിഷമായിരിക്കാം, അല്ലെങ്കിൽ ഈ സാധനം തന്നെ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിഷമായിരിക്കാം. അപ്പോൾ ഒരു ഔഷധ ചെടി എന്ന് പറഞ്ഞൊരു ചെടി വന്ന് നിൽക്കുന്ന അങ്ങനെ ഒരു ചെടി ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഔഷധ ചെടി എന്ന് പറഞ്ഞൊരു സംഗതിയേ ഇല്ല. ചെടികളിൽ നിന്ന് നമുക്ക് ഔഷധം എടുക്കാം, ചെടികളിൽ നിന്ന് മാത്രമല്ല വേറെ പലതിൽ നിന്നും ഔഷധം എടുക്കാം. ഈ അശാസ്ത്രീയത പ്രചരിപ്പിക്കുന്നതിൽ സിനിമാ താരങ്ങൾ ഒട്ടും മോശമല്ല കേട്ടോ. ഈ രാവിലെ എണീച്ച് തുപ്പല ഉരട്ടിയാൽ മൂക്കുരു മാറും എന്നൊക്കെ പറഞ്ഞ തമ്മനയുടെ ഒരു വീഡിയോ ഉണ്ട്. അത് സാമന്ത ഒരുപാട് വീഡിയോസ് നമ്മുടെ ആബിഫിൽ നൽകുന്ന കാണാം. അതേപോലെ ഈ നമ്മുടെ ഷൈൻ ടോം ചാക്കോയുടെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ടായി, നമ്മൾ ഈ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്ക് പോയെന്ന് പറയുന്നത് അതൊരു തെറ്റാണ്. കാരണം ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് വിട്ട് അവിടുന്ന് തിരിച്ച് കൗണ്ട് ഡൗൺ ചെയ്ത് വിടാൻ തിരിച്ച് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതെ അതെ, അല്ല അത് ഞാൻ അതിനെപ്പറ്റി ഒരു ലൂസിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം അതിനകത്ത് പ്രധാനമായിട്ടും ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 മുതൽ താഴോട്ട് കൗണ്ട് ചെയ്യുന്നതിലാണ് ഈ റോക്കറ്റ് മുകളിലോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഈ 10-ലല്ല കൗണ്ട് ഡൗൺ തുടങ്ങുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഭൂമിയെ ചുറ്റുന്ന ഒരു സംഗതിയാണ്, ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഭൂമിയും ചന്ദ്രനുമായിട്ട് ഏതാണ്ട് 3,84,000 കിലോമീറ്റർ ശരാശരി ദൂരം തന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് എത്തുമ്പോൾ നമ്മൾ അവിടെ എത്തണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് അത് പ്രെഡിക്റ്റ് ചെയ്യണം. അത് എവിടെ വരുമ്പോൾ അവിടെ ചെന്നിട്ട് അതിൻ്റെ ഓർബിറ്റിൽ ക്യാച്ച് ചെയ്ത് വേണം നമുക്ക് ഈ മിഷൻ നടത്താൻ. അപ്പോൾ അതിന് വളരെ കാലത്തെ കാൽക്കുലേഷൻ വേണം. ഒരു ചെറിയൊരു വിൻഡോയെ കാണുള്ളൂ അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കൗണ്ട് ഡൗൺ തുടങ്ങുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് മാത്രമുള്ള കൗണ്ട് ഡൗൺ ആണ് ലൗഡായിട്ട് നമ്മൾ ഈ കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഈ ഇദ്ദേഹത്തിനെ കൺഫ്യൂസ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരാൻ എങ്ങനെ എന്നുള്ളതാണ്. ഇവിടുന്ന് പോകുമ്പോൾ ആലോചിക്കണം തിരിച്ചു വരാനുള്ള മറ്റൊരു സംഗതിയും കൂടെ കൊണ്ടാണ് നമ്മൾ പോകേണ്ടത്. അവിടം വരെയുള്ള ഫ്യൂവൽ. അപ്പോൾ ഇവിടുന്ന് അവിടം വരെ പോകാനുള്ള ഫ്യൂവൽ പുള്ളി അവിടുന്ന് ആരാ ഫ്യൂവൽ അടിക്കുന്നതെന്നൊക്കെ പുള്ളി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ പോകാനും തിരിച്ചു വരാനുള്ള ഫ്യൂവല്, അതുപോലെ അവിടെ ഇറങ്ങാൻ അവിടെ ചുറ്റിനും റിവോൾവ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ഓർബിറ്റ് ചെയ്യാനുള്ള ഓർബിറ്റർ ഉണ്ടാവും, അവിടെ ഇറങ്ങാനുള്ള ലാൻഡർ ഉണ്ടാവും, ലാൻഡറിൽ നിന്ന് തിരിച്ച് ഓർബിറ്റിൽ വരാനും തിരിച്ച് ഇങ്ങോട്ട് ഫയർ ചെയ്ത് വരാനും ഒക്കെ ആയിട്ടുള്ള എല്ലാ സന്നാഹങ്ങളുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടുന്ന് അങ്ങനെയാണ് കൗണ്ട് ഡൗൺ നടക്കുന്നത്. കൗണ്ട് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഫയർ ചെയ്ത് തിരിച്ച് മുകളിലോട്ട് ഈ ഓർബിറ്ററിലോട്ട് വരാവുന്നതേ ഉള്ളൂ, അവിടുന്ന് തിരിച്ച് അവർക്ക് വരാം. അപ്പോൾ എല്ലാ കാൽക്കുലേഷനും മാത്രമല്ല ഗ്രൗണ്ട് കൺട്രോളിൽ നിന്ന് നമുക്ക് വയർലെസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഉള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ട്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഭൂമിയെക്കാളും വളരെ ഗ്രാവിറ്റി കുറവാണ് ചന്ദ്രൻ്റെ. തിരിച്ചു വരുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്ക് അതും കൂടിയുണ്ട്. ഇവിടുന്ന് പോകുമ്പോൾ തിരിച്ചു വരാനുള്ള ഫ്യൂലും കൊണ്ടുപോകണം. വളരെ ഗ്രാവിറ്റി കൂടിയ ഈ ഭൂമിയിൽ നിന്ന്, ചന്ദ്രനെ അപേക്ഷിച്ച് ഗ്രാവിറ്റി കൂടിയ ഭൂമിയിൽ നിന്ന് ഇത് ഉയർത്തി അങ്ങോട്ട് കൊണ്ടുപോവുകയും വേണം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചു വരാനായിട്ട് ആക്ച്വലി ഈസിയാണ്. ഒരു ചെറിയ പുഷ് മതി, സ്പേസ് വഴി വരികയും തിരിച്ചു വരുമ്പോൾ ഭൂമിയുടെ ഗ്രാവിറ്റി കാരണം ഭൂമിയുടെ ഭ്രമണത്തിൽ വരാനും കമ്പാരിറ്റീവ്ലി അങ്ങോട്ട് പോകുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഈസിയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സയൻസ് അറിയാമെങ്കിൽ ഈ പറഞ്ഞ കൺഫ്യൂഷൻ വരില്ല. അത് വേറെ കാര്യമുണ്ട്, നിങ്ങൾ ഈ ഭൂമി ചന്ദ്രൻ ഇതൊക്കെ ഗോളമാണ്, ഓർബിറ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇത് ഭൂമി ഗോളമാണെന്ന് പോലും അദ്ദേഹം സമ്മതിക്കുന്നില്ല. അതാണ് അല്ല, അവിടെയാണ് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് വളരെ പ്രസക്തി വരുന്നത്. ശാസ്ത്രബോധം ഉണ്ടായിട്ട് എന്ത് ഗുണം? നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് മൊത്തം തകടം മറിഞ്ഞിരിക്കുന്നത് ഈ അന്ധവിശ്വാസങ്ങളുടെ പുറത്താണെങ്കിൽ അവർക്ക് ഹോമിയോപ്പതി അന്ധവിശ്വാസമാണെന്ന് മനസ്സിലാവില്ല, അവർക്ക് ഇപ്പം ജ്യോതിഷത്തിന്റെ കാര്യം മനസ്സിലാവില്ല, വാസ്തുവിനെ പറ്റി മനസ്സിലാവില്ല. ഇതുപോലെ 100 കണക്കിന് അന്ധവിശ്വാസങ്ങളിനകത്ത് ഇങ്ങനെ പെട്ട് കിടക്കും. ചിലപ്പോൾ ഒരു ഫ്ലൈയിങ് സ്പെഗാറ്റി മോൺസ്റ്ററിനെയോ ഡിങ്കിനെയോ ഒക്കെ വിശ്വസിക്കാനുള്ള സാധ്യത വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങളുടെ പുറത്താണ്, വിശ്വാസങ്ങളുടെ പുറത്താണ് അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിരിക്കുന്നത്. സയന്റിഫിക് ടെമ്പർ ഉള്ള ഒരാൾക്ക് എപ്പോഴും ഒരു കൊഹിസീവ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. ഇതിൽ നിന്ന് അടുത്തതിലോട്ട് പോകാനായിട്ട് ഈസി ആയിരിക്കും. ഇത് മറ്റേതിന് വിരുദ്ധമായിട്ട് വരില്ല. വിരുദ്ധമായിട്ട് കാണുന്നതിനെ ചോദ്യം ചെയ്യാൻ നമ്മൾ പഠിക്കും. ഇതെല്ലാം നടക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം എന്നുള്ളതാണ്. അപ്പോൾ പരന്നത് എന്നുള്ളത് പുള്ളിക്ക് അനുഭവപ്പെടുന്നത് പരന്നതായിട്ടാണ്. അതിനെ പുള്ളി അതങ്ങ് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയാണ്. എന്നാൽ ഉരുണ്ട ഭൂമിയാണെന്ന് പുള്ളിക്ക് സ്വയം ബോധ്യപ്പെടാനുള്ള പരീക്ഷണങ്ങൾ പോലും അറിയില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഇതിനകത്തൊക്കെ ഉള്ള ഒരു പ്രശ്നം. ഇപ്പോൾ പലരും പറയാറുണ്ട് പരന്ന ഭൂമിയാണ്, വൈഡ് ആംഗിൾ ലെൻസ് കൊണ്ട് എടുക്കുന്നത് കൊണ്ടാണ് മുകളിൽ നിന്ന് എടുക്കുമ്പോൾ ഭൂമി ഉരുണ്ടിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത്. എന്നാൽ നമുക്ക് പല ചിത്രങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ഈവൻ സ്പേസിൽ നിന്നെടുത്ത ചിത്രങ്ങളുണ്ട്. നമുക്ക് ഗ്രഹണം നോക്കിക്കഴിഞ്ഞാൽ ഭൂമി ഉരുണ്ടതാണെന്നറിയാം. കാര്യം എപ്പോഴൊക്കെ നിങ്ങൾ ചന്ദ്രനിൽ ഭൂമിയുടെ നിഴൽ കാണുന്നു, ഏത് സൈഡിൽ നിന്ന് ലൈറ്റ് അടിച്ചാലും വട്ടത്തിൽ കാണണം എന്നുണ്ടെങ്കിൽ അതൊരു ഗോളമായിരിക്കണം എന്നുള്ള ഒരു സാമാന്യ വിവരം മതി. ഇപ്പോഴെങ്ങും അല്ല, ഇറാസ്റ്റോസ്തനത്തിന്റെ കാലത്ത് തന്നെ, അതായത് BC കാലഘട്ടത്തിൽ തന്നെ ഭൂമിയുടെ പെരിമീറ്റർ പോലും നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പോലും നമ്മളിപ്പോഴും ഉരുണ്ടതാണെന്ന് സമ്മതിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അടിസ്ഥാന ശാസ്ത്രബോധം ഇല്ലായ്മയാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം. ഈ അടിസ്ഥാന ശാസ്ത്രബോധം ഇല്ലായ്മയ്ക്ക് കാരണം നോക്കിയാൽ നമ്മൾ എത്തിച്ചേരുന്നത് ഈ വിശ്വാസങ്ങളിൽ മതാത്മക ചിന്തകളിലാണ്. അവിടെ മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മാറൂ. അല്ലാതെ നമ്മൾ
നമ്മൾ എത്ര ഇങ്ങനെ അശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാലും നമ്മളിന്ന് വൈകുന്നേരം വരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാലും തീരത്തില്ല. Correct. കാലം നമുക്ക് ഇവിടെ നിർത്താം. ഈ ശാസ്ത്ര അവബോധ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട ചന്ദ്രശേഖരന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ. താങ്ക് യു. താങ്ക് യു. സമയക്കുറവുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വിഷയങ്ങളുമായിട്ട് നമുക്ക് ഇനിയുള്ള പരിപാടികൾ കാണാം.